ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അയിമ ഷോക്കുണ്ട്. അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചധികം അതിഥികളുണ്ട്. ആരും നിങ്ങൾ കാണാത്ത അതിഥികളല്ല, എല്ലാം കണ്ടു പരിചയമുള്ള അതിഥികളാണ്. ഞാൻ ഹൈറ്റ് കൊണ്ട് ഒരാളെ മുന്നിൽ മാഷാഅല്ലാഹ് തോൽക്കലുണ്ടെന്നുണ്ടെങ്കിൽ, കാരണം ആൾറെഡി ഞാൻ ഓൾറെഡി ഉണ്ട്. അപ്പം അല്ല, ഞാനും ഷാനൊക്കെ ഇവിടെ വെക്കുമ്പോഴേ കുറച്ച് ദമ്മിലാക്കല്. പക്ഷെ മോഫിസ്ഖാൻ എടുത്ത് നോക്കിനാ രണ്ട് സൈഡ് നോക്കല്ല, ഒരു സൈഡ് അവിടെ നോക്കി അവിടെ നിക്കി ഇവിടെ കുമ്പിട്ട് സിക്സ് ഉണ്ടാവും. അളക്കാൻ ആവശ്യമില്ലാതെ അർശൊന്നും ഇവിടെ ഞാൻ മൂപ്പര് പണ്ട് ഫോട്ടോ എടുത്തിന്. അങ്ങനെ അറിയോ, മൂപ്പര് കുട്ടിനെ ഞാൻ ഒക്കെ കുട്ടിയെങ്കിലും ഇന്ത്യയിലാണ് ചെറുതായിട്ട് തടിച്ചിട്ടാണ്. അപ്പം ഇന്ന് നമ്മളെ വീട്ടിൽ മോഫിസ്ക വന്നിട്ടുണ്ട്. മോഫിസ്ക ഓൾ ദ വേ ഫ്രം കാസർഗോഡ് ആൻഡ് കൊച്ചി, അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അല്ലല്ല, തോൽപ്പിക്കാണെങ്കിൽ ഇങ്ങനെ കയറി തോൽപ്പിക്കാനേ പറ്റുള്ളൂ മോഫിസ്ഖാനെ. അപ്പം മോഫിസ്ഖാൻ, എന്താണ് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ട് പോകുന്നു. എങ്ങനെയായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. മോഫിസ്ഖ എന്നോട് ചോദിച്ചു നിലമ്പൂർ ട്രെയിന് കറക്റ്റ് ടൈമിൽ വരുന്നത്, അതായത് മോഫിസ്ഖ അവിടുന്ന് വരുന്ന ട്രെയിന് 2:30 കൊച്ചി എത്തും, അല്ല ഷൊർണൂർ എത്തും 2:10. നിലമ്പൂർ ട്രെയിൻ എപ്പോൾ എടുക്കും? 2:20. അപ്പോൾ 10 ഗ്യാപ്പിലുള്ള മോഫിസ്ഖ എന്നോട് ചോദിച്ചു അത് അങ്ങനെ എത്തുമോ, 10 ഗ്യാപ്പിൽ എത്താം. അപ്പോൾ മോഫിസ്ഖ വന്ന ട്രെയിൻ ലേറ്റായി. അപ്പോൾ നിലമ്പൂർ വണ്ടി പോയി. ടൈം ആയിരുന്നു അതിന്റെ തൊട്ട്, അതായത് ഷൊർണൂർ സ്റ്റേഷന്റെ തൊട്ട് മുമ്പിൽ പിടിച്ചിട്ട് 30 മിനിറ്റ്സ് അവിടെ വേറെ വണ്ടി പോകാൻ വേണ്ടി പിടിച്ചിട്ട് അതിൽ നിലമ്പൂർ വണ്ടി പോയി. ശരിക്കും ഒരു 10-20 മിനിറ്റ് ഒക്കെ വരെ എന്തെങ്കിലും ഉണ്ട് ആ നിലമ്പൂർ വണ്ടി. 10 മിനിറ്റ് ഒക്കെ നിൽക്കലുണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കാത്തത് കൊണ്ടാണ് പലതവണ ഞങ്ങളൊക്കെ ഷൊർണൂർ എത്തുമ്പോൾ ചാടി കയറി പോരലാട്ടോ ഞാനും ഈശോക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു സ്റ്റാറുണ്ട്. ഇനി മുതൽ വെറും നൂറയല്ല, എന്ത് നൂറയാണ്? ജനറൽ ക്യാപ്റ്റൻ. ജനറൽ ക്യൂട്ടിയോ? അപ്പൊ ജനറൽ ക്യാപ്റ്റൻ ആണ് ഇനി മുതൽ, വെറും നൂറല്ല. അപ്പൊ നൂറിന്റെ സ്കൂളിൽ ഇലക്ഷനും പരിപാടികളൊക്കെ നടക്കുകയിനി. അപ്പൊ നൂറ പോയി ഒരു വാഗ്ദാനം കൊടുത്തു, എന്നെ ജയിപ്പിച്ചാൽ എന്നെ ജയിപ്പിച്ചാൽ എനിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞു. അപ്പൊ സ്കൂൾ ലീഡറിന് എത്ര വോട്ടാ കിട്ടിയേ? 150. നൂറൊക്കെ എത്ര വോട്ടാ കിട്ടിയേ? 200. കൈയടിക്ക് 200 സംതിങ്. അപ്പൊ സ്കൂൾ ലീഡറിന്റെ മേലെ വോട്ട് കിട്ടി. ഇലക്ഷൻ ബാലറ്റ് പെട്ടിയിൽ എണ്ണാൻ പറ്റാത്ത അത്രയും വോട്ടുകൾ കൊണ്ടാണ് നൂറ വന്നത്. കാരണം ചില്ലറ ഇതല്ല കൊടുത്തത്. ഞാൻ ജയിച്ചാൽ സ്കൂളിലേക്ക് ഹ്യനാൻഷ്യ വരും എന്നാണ് നൂറ പറഞ്ഞിട്ടുള്ളത്, അല്ലേ? നാൻഷ്യ വന്ന തന്നെ, അതുകൊണ്ട് ഞാൻ ചിലപ്പോ ഒരു സേഫ്റ്റിക്ക് ഞാൻ ചിലപ്പോന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് നൂറ ജയിച്ചതിൽ പ്രമാണിച്ച് പായസം വാങ്ങിക്കൊടുക്കുക സ്കൂളിലത്തെ കുട്ടിയൊക്കെ. അപ്പൊ എല്ലാ സ്കൂളിൽ പക്ഷേ സ്കൂളിലൊക്കെ അവിടെ ഒരു 130 കുട്ടികൾ 120 കുട്ടികളാണല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു നൂറ എത്ര കുട്ടികളുണ്ടാവും ക്ലാസ്സിൽ? അതിൽ നൂറ എന്താ പറഞ്ഞറിയോ? 1000. അവിടെ പായസം കളിക്കാല്ലേ, നീട്ടിയെത്തൂല. അപ്പൊ 1000 കുട്ടികൾക്ക് പായസം കലക്കാനുള്ള സാമ്പത്തിക സ്ഥിതി തൽക്കാലം എന്റെ കയ്യിലില്ല. ഒരു ദിവസം ചീരത്താളിപ്പ് ആണെങ്കിൽ ഇവിടുന്ന് ചീര ഇവിടുന്ന് കട്ട് പറിച്ച് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. 1, 2, 3 വോട്ടേപ്പിക്കാനുള്ള കഥ ഉണ്ടാവില്ല. അവിടെ ഇവിടെയും പോയി കുത്തും. അതിന് ഓൾക്ക് വോട്ടില്ലാത്തത്. ഓൾക്ക് അവിടെ ഇവിടെയും പോയി കുത്തി. ഒരു മിനിമം ബോധം വേണം വോട്ട് ചെയ്യണമെങ്കിൽ. ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടിയാർക്കാ? ക്ലോക്ക് നെഞ്ചത്ത് പിടിച്ചു പോയി. എന്റെ ചിഹ്നം ക്ലോക്ക്. ക്ലാസ്സിലെ ഞാനാണെങ്കിൽ ക്ലാസ്സിൽ ഒരു ക്ലോക്ക് വാങ്ങി തരാം, ഒരു പുതിയ ക്ലോക്ക്. ആ ചിഹ്നത്തിൽ ജയിച്ചല്ലേ കേട്ടോ. പിന്നെ നമുക്ക് എന്തെങ്കിലും ക്ലാസ്സിലെ കുട്ടിയൊക്കെ പേരത്തെടുത്ത് കൊണ്ടുപോയാൽ മതി. കുഴപ്പമൊന്നുമില്ല. ക്ലാസ്സിലെ കുട്ടിയൊക്കെ നമുക്ക് എന്തെങ്കിലും കൂടി എന്ത് ചെയ്ത് കൊടുക്കാം? ഒരു ട്രീറ്റ്.
ഞാൻ ബേസ്റ്റ് മുട്ടായി കൊടുക്കും. 50 പൈസേൻ്റെ മുട്ടായി. അപ്പം ഫീച്ചൊക്കെ പോയി അപ്പോൾ ഫുഡ് കഴിക്കാം വരി. അപ്പോൾ ഷെഫീക്ക് ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ, എല്ലാവരും ഉണ്ട്, ഫുൾ ടീമുണ്ട്. അപ്പം ഇന്ന് ഇവർക്ക് വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ചിക്കൻ അൽഫാം, അതന്നെ സാദാ അൽഫാം, പെരി പെരി അൽഫാം, പിന്നെ മട്ടൻ, പിന്നെ മന്തി, പിന്നെ ചിക്കൻ മന്തി, സാദാ മന്തി സംഭവങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അതിക്ക് സോസ്, മയോണൈസ്, ചായ സംഭവങ്ങളൊക്കെ ഉണ്ട്. വിളിച്ചോട്ടെ എല്ലാവരും വരി. ഇത് നമ്മളെ പുതിയ കണ്ണാടി കേട്ടോ. എങ്ങനെയുണ്ട്? മുമ്പ് ഇവിടെ ലേറ്റ്, ഇപ്പം ഇതിമ്മ ഓഫാക്കാൻ ഇതിങ്ങോട്ടില്ല. മണ്ട കണ്ണാടി കേട്ടോ. ഇതിങ്ങനെ ലേറ്റ് ഇടും കണ്ണാടി. പത്തരയില്ല ഒന്ന് ഉറങ്ങി. ഇപ്പൊ പിന്നെ കാത്തുന്നതിന് എനിക്ക് മോഫീസ് കസാല ഇരുമ്പിന്റെ കസാല ഉണ്ടോ മാ? മതി മതി. ഇവിടെ ഒരു പുതിയ കോട്ടുണ്ട്. ഇന്നലെ രാത്രി അബദ്ധവശാൽ എന്ത് ചെയ്തു, രാത്രി വിശന്നപ്പോൾ എനിക്ക് ഈ വഴി ഒന്ന് വരേണ്ടി വന്നു. അപ്പം ഞാൻ അത് ഒറ്റ സുപ്പതി ഇങ്ങോട്ടേക്ക് കാണിച്ചു കൊടുക്കാം. അപ്പം അബദ്ധവശാൽ ഇന്നലെ ഇതിൽ വന്നപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ പെട്ടിയാണ്. അണ്ടിപ്പരിപ്പിൻ്റെ ഇപ്പം മറ്റേതും കയറി. ഞാനട്ട് അത് ഞാൻ പാതിരാത്രി ഒന്നിട്ട് അതോ മറന്ന് ഞാൻ തിന്നത് ഇനി. അപ്പം അണ്ടിപ്പരിപ്പ് സാധനങ്ങളൊക്കെ മാറ്റി. അപ്പം ഇവിടെ ഒരു വൻ ബോർഡ് വന്നിക്കണേ, ഇത് ഉപ്പാൻ്റെ അലമാര, ഉപ്പാൻ്റെ സാധനങ്ങൾ നിങ്ങൾ തുറക്കരുത്, മാറ്റി വെക്കാൻ വേറെ സ്ഥലമില്ലാഞ്ഞിട്ടാണ്. അപ്പം ഇതിൽ ഫുള്ള് ഇപ്പച്ചിൻ്റെ സാധനങ്ങൾ പറയണത് എന്തൊക്കെയാ അറിയോ? ചന്ദനത്തിരി, കൊതുക് തിരി, നൂല്, നൂൽക്കെട്ട്, പല്ലുകുത്തി, BP മോണിറ്റർ സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് ആകെ. പിന്നെ കുറച്ച് ചില്ലറ പൈസ, മറ്റേ പ്ലംബറോ പ്ലെയർ, ബാറ്ററി സംഭവങ്ങളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്തായാലും ഈ പെരിയിലൊരു ആവശ്യമുള്ള സാധനങ്ങൾ തരികയല്ലോ എവിടെയാ ഇവിടെ അല്ലേ? അടക്ക് അത് കാര്യമാക്കണ്ട, എപ്പോഴും കിട്ടണം. കുട്ടി ചോറടി, നല്ല മന്തി കഴിച്ചാലോ. അത് മട്ടൻ വേണ്ടേ? ചിക്കനാ വേണ്ടി കുട്ടിക്ക്? ചിക്കനാ വേണ്ടിയ? അർച്ചു അവിടെ കാനഡയ്ക്കല്ല പോണേ. ഇതാ നൂറൊക്കെ എന്താ ചിക്കൻ. ഓക്കെ ഈച്ച് കൊടുത്തു, ഈച്ച് ഓഫ്, ഈച്ച് ഓഫ് കൊടുത്തു, ഈച്ച് ഓഫ് ജിമ്മിൽ ഈച്ച് കൊടുത്തു. ഈച്ചു ആരാ? ഇന്റെ ഫോണാ? അപ്പം മട്ടനുണ്ട്. ഇപ്പച്ചി മട്ടനാണ് ഇട്ടത്, മോഫിസ്ക മട്ടനാണ് ഇട്ടത്. മട്ടൺ ആൻഡ് ചിക്കൻ. മയോണൈസ് ഒന്നും കൂടുതൽ കൊടുക്കില്ലേ, എപ്പോഴും മയോണൈസും ഷുഗറാണ് തിന്നണത്. സെറ്റല്ലേ? നിങ്ങൾ അവിടുന്ന് തന്നതിന് മാത്രം അത്ര വലിയ ഭക്ഷണമൊന്നും ഇല്ല കേട്ടാ. ഒന്ന് കാണാൻ വേണ്ടി വന്നു. മട്ടൻ ബിരിയാണി എങ്ങനെ? മട്ടൻ വെക്കണ്ട നമുക്ക്. ഇജ്ജ് പോണേ? ആന മട്ടൻ ഞാൻ ഇന്നും കൂടി ഞാനേ ഇന്ന് ചെങ്ങൈൻ്റെ പരിപാടി ഉണ്ടായിരുന്നു, കല്യാണ പരിപാടി. ഞാൻ അവൻ്റെ പെരി പോയപ്പോൾ ആടിനെ കണ്ടു. ഞാൻ അപ്പം തന്നെ ഞാൻ അവൻ്റെ ഉമ്മയോട് ചോദിച്ചു, ആടിനെ കൊടുക്കൊണ്ട് ചോദിച്ചു. ആടിനെ ഞാൻ തന്നെ മുൻനിർത്തി ഞാൻ ഇനി കൊണ്ടുവരലേ കാരണം ആടിനെ. കാരണം അത് ഇതിന്റെ പ്രശ്നം. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ കാക്കല്ലേ, ഒരു പ്രാവശ്യം സംസാരിക്കാനോട് പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പോ ആടിനെ പൈസ കുറച്ച് തരാം, നിങ്ങൾ ആരാച്ച് മൂപ്പരത്തേക്ക് തന്നെ പോവുക. മൂപ്പർക്ക് നല്ല കച്ചവടം കിട്ടിയത്. ആടോ എന്ന സ്ഥലല്ലേ.
ജിംഷ ഇട് ഇട്. ഇവിടെ ഒരാളെ കമ്മിയില്ലേ, ഈച്ചുവിന്റെ കമ്മിയില്ലേ? നിങ്ങൾക്ക് വേണോ? ഈച്ചുവാ ഈച്ചുവാ മച്ചിരിക്കുമാ അഫി വരാം. സമയമൊന്നുമില്ല. അഫി വരാണ്ടാ. അഫിയ ജോദോ അഫി ചോദിച്ചു മനുഷ്യ മുടി കെട്ടാൻ പോയല്ലേ? അഫീനുണ്ട് ഈ നേരത്തെ ഒരു പോക്ക്. അനുവോ ഒരു കെട്ട് കൊടുക്കടാ. അത് നല്ല കഷ്ണമുണ്ട്. ഓനൊക്കെ ഇവിടെ ഒന്നും വരും ഇട്ടൊന്നിട്ട് ഓൽക്കൊക്കെ ഇട്ട് കൊടുക്കാം. കട്ടൻ വെച്ചു. ഡെയിലി വ്യൂവേഴ്സ്, ഡെയിലി അറ്റൻഡേഴ്സ്. കട്ടൻ വെച്ചു. ഇവിടുത്തെ ആൾക്കാർ ഇവല് നോക്കണം. ഷാനു വർഷമൊക്കെ ആ അന്ന് പോലെ കേട്ടോ. എന്ത് സംശയം ഉണ്ടെങ്കിലും ആകെ ഡിക്ഷണറി ഓരോരുത്തരെ എന്തേലും ചോദിച്ചാൽ അപ്പ ഷാനിനോട് അപ്പൊ ഇതിന്റെ ബാക്കി ബാക്കി ഷാന് പറഞ്ഞുതരും. ഓനാണ് പിന്നെ തീരുമാനം. ഞാൻ ഇരിക്കാം. അല്ല ഈ അവിടെ തന്നെ ഇരുന്നോ? ഈച്ചു ഇതിൽ വരും. ഈച്ചു എന്തേലും അവൻ്റെ ബുക്കിംഗ് എടുക്കണ തിരക്കിലോ ഇതിലോ. ജനറൽ സെക്രട്ടറി വോട്ട് പിടിച്ചല്ലേ അമ്പടി കെമി. കുറ്റമ്പറ സ്കൂളിൽ പണ്ടെങ്ങനെ വോട്ട് പിടിച്ചേ? LP-ന്ന് സെയിം. എന്താ പറഞ്ഞ കുട്ടികളോട്? എന്ത് കാക്കുവിനെ കൊണ്ടുവരും. എൻ്റെ കാക്കുവിനെ ഹെരാൻഷ യൂട്യൂബിലൊക്കെ ഉള്ളത്. അപ്പോൾ എൻ്റെ കാക്കുവിനെ ഞാൻ എലക്ഷൻ ജയിച്ചാൽ എൻ്റെ കാക്കു ഈ സ്കൂളിലേക്ക് വരും. അതാണ് എൻ്റെ കുട്ടീൻ്റെ വാഗ്ദാനം. അപ്പോൾ കുട്ടികളൊക്കെ വ്ളോഗും കൂടി കാണണേ. വരും, സ്കൂൾക്ക് വരും, പറ്റിച്ചൂല. ഒരു ദിവസം വരും. ഒരു ദിവസം വന്നിട്ട് തന്നെ ഞാൻ അവിടുന്ന് പിറകി പാഞ്ഞൊക്കെയാണ് കുട്ടികളൊന്നൊരു വട്ടം കൂടിയിട്ട് വാണ്ടിമ്മ കൂടി ഒന്നായിട്ട് വന്നു കുട്ടികൾ. ആ അമ്മ 1000 കുട്ടികളുള്ള സ്കൂളിൽ 1000 കുട്ടികളുള്ള സ്കൂളിൽ അപ്പൊ പിന്നെ കുട്ടികളെ എപ്പച്ചി പരിപാടി കഴിഞ്ഞിട്ട് എപ്പച്ചി ബെല്ലടിച്ച് വിട്ടിട്ട് തന്നെ കുടുങ്ങിപ്പോയി മനുഷ്യന്. ഇപ്പച്ചി പരിപാടി കഴിഞ്ഞേ ബെല്ലിന്ന് വീട്ടിലടിച്ചു. സ്കൂള് വിട്ട് കുട്ടികളൊക്കെ പാടാണ് വന്നു തേനീച്ച കൂടെ കളിക്കാൻ പോലെ. നമുക്ക് പരിപാടി കൊണ്ടുപോകാം, അതുള്ളൂ. അതെ, സ്വയരക്ഷ. ലാസ്റ്റ് ഇന്നത്തെ കോമഡി എന്തെങ്കിലും അമ്മ കുട്ടികളങ്ങനെ ഓട്ടോഗ്രാഫിന് തല്ലൂല. ചെറിയ കുട്ടികളാണല്ലോ. ഓട്ടോഗ്രാഫാണ് ബെൽക്ക് മെയിൻ. അതിൽ എനിക്ക് വരുന്ന ഓട്ടോഗ്രാഫിൽ എങ്ങനെയാ വരുന്ന അറിയോ? സംസു AJV അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ. അപ്പോൾ സംസുകാക്കാരുടെ ആദ്യം ഇടിപ്പിച്ചിട്ട് പിന്നെ അജ്വദ് ഒന്ന് ഇട്ടിട്ടാണ് എനിക്ക് ഓട്ടോഗ്രാഫ് കുട്ടികൾ പറഞ്ഞു. ഞാൻ താര വേറെ ആൾക്കാർ ആരാ ഇവിടെ ഓട്ടോഗ്രാഫ്. അപ്പോൾ സംസുകാക്കിയൊക്കെ ചെരിഞ്ഞിന്നണ്ടേ അടച്ചാണ് കോമഡി പരിപാടി. ഓഫീസിൽ ആകുമ്പോൾ മേലെ തന്നെ ആട്ടി പിടിച്ച കോയിനെ പിടിച്ചിണ പോലെ. അപ്പം എന്തായാലും ആഴ്ചമാത്തേക്ക് പോന്നേ. ആഴ്ചമാത്തേക്ക് സന്തോഷമായിക്കണം ഇന്ന് പോകട്ടെ. ഭയങ്കര എന്നോടും ഇങ്ങോട്ട് ചോദിച്ചു ഇന്ന് എവിടെയാ പരിപാടി ചോദിച്ചു ആഴ്ചമാത്ത. അപ്പോൾ ആഴ്ചമാതൊക്കെ അറിയട്ടായി തന്നെ. ഇല്ലല്ല ആഴ്ചമാത്തന്നെ ചേച്ചിനെ കൊണ്ടുപോകാറ്. പക്ഷെ അറിഞ്ഞില്ലല്ലോ ചേച്ചി ഇവിടെ ഇല്ലേ ഇന്ന്. പക്ഷെ ഞാൻ ചേച്ചിക്ക് പോതി ഉണ്ടായിരുന്നു ഞാൻ അറിയണത് വണ്ടി പോകും. അപ്പൊ ഇനി ലത ചേച്ചിന് എന്തായാലും അടുത്ത പരിപാടിക്ക് എന്തായാലും കൊണ്ടുപോകാം. ആ സ്പോർട്സിനോ 100 റൗണ്ട് ഓടേണ്ടി വരും ഞാൻ. എന്നാ തന്നെ ഇന്നെ വട്ടുമ്പോ ടീച്ചർമാർ പറയണേ ഇനി വാർഷികത്തിന് കാണാം. 2 dates in 1 year ബിസിനസ് മാൻ. ഈച്ചുണ്ട് പറയണേ ഇപ്പച്ചിന്റെ ATM എടുത്ത് പോരണം. ATM എടുത്ത് പോകണം പരിപാടി കഴിഞ്ഞിട്ട്. ഈച്ചു എടുത്തു. അപ്പൊ എന്തായാലും ഈച്ചു വന്നിട്ട് എല്ലാവരും കഴിക്കി. ഈ സാധനം എന്താ പണി? ബുക്കിംഗ് എടുക്കുക എനിക്കില്ലേ വലിയ കട്ടില്ലാത്ത എല്ലു പീസ് മതി. അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾ ഇതുവരെ കണ്ടത് ഇന്നലെ
ഇപ്പം ഓലൊക്കെ വന്ന ടൈമിലെ വിഷ്വൽസാണ് ഓലെല്ലാവരും ഫുഡ് കഴിച്ച് ചെക്കന്മാരെല്ലാവരും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആരുടെ അടുത്ത് പോണത്, സലീം ഖാൻ്റെ അടുത്ത് പോണത്. ഈ വ്ളോഗ് ജിമ്മിയാണ്. ജിംഷ ഇതാ ഇറങ്ങുന്നുണ്ട്, ഉമ്മച്ചിയുണ്ട്. ഹലോ, ഇതാ ഇറങ്ങാണ്, ഉമ്മച്ചിയുണ്ട്. ഇറങ്ങാണ്, ഉമ്മച്ചിയുണ്ട്. ആ ഓക്കെ. അപ്പം ഇന്നലെ നമുക്ക് വളരെ സന്തോഷമായിട്ടാണ്. കാരണം അങ്ങനത്തെ ഒരു മനുഷ്യനെ കാണുക, അങ്ങനത്തെ ഒരു മനുഷ്യനെ മീറ്റ് ചെയ്യുക എന്നുള്ളത് എന്താ നമ്മൾ പറയുക, അതായത് എനിക്ക് ഇന്നലെ മുതൽ എനിക്ക് ഭയങ്കര എമോഷണലായിട്ട് തോന്നിയൊരു വ്ളോഗാണത്. ആൾക്കാർ കുറേ ചിരിച്ചെങ്കിലും ചിരിച്ചതിൽ കൂടുതൽ അതിൽ നിന്ന് പഠിക്കാനുള്ളതായിട്ടുള്ളൊരു വ്ളോഗായിട്ടാണ് ഞാൻ ആ വ്ളോഗിനെ കാണുന്നത്. അപ്പോൾ സലീം ഖാൻ എന്നുള്ളൊരു മനുഷ്യന്, പാവം മനുഷ്യനെ ആരറിയില്ല, നമ്മളാരാന്നുള്ളത് ഒരു ഐഡിയ ഇല്ല ഇനി. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ആൾക്കാരെ ഏറ്റവും കൂടുതൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇന്നെ പോകണം കരുതിയല്ല, എനിക്ക് ഒഴിവ് കഴിഞ്ഞിട്ട് പോയത്. നാളെ എനിക്ക് 2 പ്രോഗ്രാമുണ്ട്. 19-ന് 2 പ്രോഗ്രാമുണ്ട്, 20-നൊരു പ്രോഗ്രാമുണ്ട്, 22-നൊരു പ്രോഗ്രാമുണ്ട്, 24-ന് പ്രോഗ്രാമുണ്ട്, 26, 27, 28, 29, 30, 1 ബുക്കായി പ്രോഗ്രാംസ്. 6 പരിപാടി. അൽഹംദുലില്ലാഹ്. അപ്പം ഒരുപാട് കാലത്തെ നമ്മളെ കഷ്ടപ്പാടും കാര്യങ്ങളുമാണ് നമുക്ക് പേ ഓഫ് ആവുന്നത്, ആൾക്കാരിങ്ങനെ വീണ്ടും നമ്മൾ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പം എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നമ്മളിന്ന് സലീം ഖാൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം ഉമ്മച്ചി നമ്മളെ കൂടെ പോരുന്നുണ്ട്. ഉമ്മച്ചി അതാ ഡ്രസ്സൊക്കെ മാറ്റി. എങ്ങനെ ഉറക്കത്തിൽ നിന്ന് ചായ കുടിച്ചാൽ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നാളെ ശനിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പച്ചിയോ? തൽക്കാലം ഇവിടെ ഉറക്കി കിടത്താം. അല്ലേ, നല്ല ക്ഷീണുണ്ട്, അതുകൊണ്ട് ഉറങ്ങിക്കോളും. അപ്പം ബഹുമാനപ്പെട്ട ഹഫീഫ് അന്തംഗമ്മിയായി ടർഫിലൊക്കെ പോയി വന്നിട്ടുണ്ടോ? ഈ ഒരു ഉന്മേഷം നിങ്ങൾ നീങ്ങിക്ക് ചങ്ങട്ട വിട്ടു പോണം. ഈ ഒരു ഉന്മേഷം നിൽക്കണമൊക്കെ, ഈ ഒരു ഉന്മേഷം, ഉത്സാഹവും സ്കൂളിൽ പോകുമ്പോൾ കിട്ടണമെന്നല്ലേ? എങ്ങനെ കിട്ടുക? പഠിച്ചാൻ പോകുമ്പോൾ എങ്ങനെ അത്ര ഉസാറുണ്ടാവുക? നിങ്ങൾ എന്താ പറയണേ? സ്കൂളിൽ പോകണതാണോ അതപ്പോൾ നിങ്ങൾ ചാടിച്ചാൻ പണിയാണോ നിങ്ങൾക്ക് കൂടുതൽ സാറേ? അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ ചെറുപ്പത്തിലൊന്നും പിന്നെ ഒരാളെ വിളിച്ചുണർത്തിയിട്ടില്ല അഫിയെ. അതിന് മദ്രസ പോണ കാലം തൊട്ട് അഫിയ അപ്പോൾ തന്നെ അനുവിൻ്റെ ഒക്കെ നേരം വൈകിച്ചിട്ട് മദ്രസക്ക് ചെയ്യുന്നു. എല്ലാവരും നേരം വൈകിച്ചല്ലേ. അങ്ങനെയല്ല, പിന്നെ ഓനെ വിളിച്ചിട്ട് വേണം എന്തിനും. നോക്കാം, രാവിലെ ഞാൻ ഈ സ്റ്റെപ്പ് കയറി, ഇന്ന് ഞാൻ ഓനും വേണ്ടി 2-3 രാവിലെ കയറി. ഇന്നിപ്പോൾ വൈകുന്നേരം ഓൻ വന്ന് കടന്നുറങ്ങി. ഓൻ്റെ കൂട്ടുകാരാ വലിയ വെച്ചുള്ള ചക്കുണ്ടല്ലോ, അല്ല എന്നിട്ടാ ഞാൻ എന്നെ വന്ന് വിളിച്ചത്. പിന്നെ കടന്നുറങ്ങി വന്ന് വിളിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞാടാ വർഷാനെ ഭയങ്കര ക്ഷീണമാണ്, കുട്ടീനെ ഉണർത്തണ്ട. നമുക്ക് രാവിലെ നിൽക്കും. ഇതിലേറെ ചെറിയ ടൗസറിന് എൻ്റെ പാൻറ്റ് നനഞ്ഞിക്കണം, മറ്റേ പാൻറ്റ് അതും നനഞ്ഞിക്കണം, ഷർട്ട് അതും നനഞ്ഞിക്കണം, ഇടാത്ത 2 ഷർട്ടിന്ന് പെടുന്നു, പാൻറ്റ് ഒക്കെ ഉണ്ടടാ. രാവിലെ ആയോ വയറുവേദന. ഇന്ന് സംശയമൊക്കെയാണ് അവനെ കൊണ്ടാക്കിയിരിക്കണേ. ഇന്നെന്താ പറഞ്ഞ മൂത്രം പോണില്ല. അതന്നെ കാരണങ്ങളാണ്. എന്താന്ന് രാവിലെ പറഞ്ഞേ? എനിക്ക് നാളെ സംസാക്കനോട് ചോദിച്ചു. വയറുവേദന എന്നാ പറഞ്ഞേ? അല്ല, അത് കാരണം എന്താ അറിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ നീച്ചണ 8:50 8:50 നീച്ചിട്ട് ഒരാൾക്ക് ബാത്റൂം പോകാണ്ടാവില്ലേ? ഇത് രാവിലത്തെ കൃത്രിമങ്ങൾ കൃത്രിമങ്ങൾ തീർക്കണ്ടേ? കൃത്രികർമ്മങ്ങളല്ല, പ്രഭാത കർമ്മങ്ങൾ. ആ പ്രഭാത കർമ്മങ്ങൾ തീർക്കാനാണ് ഞാനിവിടെ വയറുവേദനയാണ്. ഒന്ന് 2 മിനിറ്റ് വെയിറ്റ് ആയി ഞാൻ ഒന്ന് ബാത്റൂം പോയി പറ്റാറുണ്ട്. എൻ്റെ സ്കൂളിൻ്റെ സമയം 9 മണി. 8:45 ഈ നൃത്തം നിൽക്കാൻ ഭയങ്കര ഗഡ്സുമാണ്. കാരണം എന്താ അറിയോ? ഇവിടെ 2 സ്കൂളിൽ എത്തും, പിന്നെ 8:45 കിടക്കണേന് നോക്കാം. ഇന്ന് സംസാക്കാൻ്റെ കുട്ടികളെ നടന്നു പോയിട്ട് എന്നിട്ട് ഇവനെ സംസാക്കം ഇക്കൊല്ലം കൂടി അല്ലേ, ഇനിയിപ്പോ കൊണ്ടാക്കണ്ടല്ലോ. അതാണ് പറയുന്നത്. എന്ന് തൊട്ട് പറയിപ്പിച്ചോ. കുട്ടിയായിട്ട് ജീവിക്കാൻ ഇക്കൊല്ലം കൂടി പറ്റുള്ളൂ.
അത് കഴിഞ്ഞാൽ പിന്നെ തന്തപ്പൊടിയായി. ഞങ്ങള് കുറച്ച് കഴിയുമ്പോ മിസ് ചെയ്യും. ഡിഗ്രി നിങ്ങള് കുറച്ച് കഴിയുമ്പോ മിസ് ചെയ്യും. എന്ത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഈ നോക്കാം, രാവിലെ എണീപ്പിക്കലുകളും ഞാൻ രാവിലെ മെല്ലെ എൻ്റെ അമ്മ എന്നെ രാവിലെ സ്കൂൾക്ക് പോകുമ്പോൾ എന്നെ കൊണ്ടുപോവുക. ആ കഷായപ്പടിക്ക് എത്തിയ നുസ്രത്തുണ്ട് തിരിച്ച് വാച്ചില് മടി. അപ്പൊ അത് ജീനിൽ കൂടെ പോയതാണത്. ഹെറിഡിറ്ററി ആണ്. പിന്നെ ആൾക്കാർ പിന്നെ കൊണ്ടുപോയാലും എങ്ങനെയാ ഇങ്ങനെ ധ്യാനാണേ ഇങ്ങനെ എന്നെ കൊണ്ടുപോയി സ്കൂളിലാക്കും. എൻ്റെ അപ്പേ ഇപ്പൊ മടിയന്നെ എന്നാ ഇവിടെ മടിയില്ലാതെ പഠിച്ചത് ഞാൻ തന്നെ ഉള്ളൂ കേട്ടോ. ജയിച്ചു ഞാൻ ഡെയിലി സ്കൂളിൽ പോയി. ഈച്ചു 2 പാൻറ് ഉണ്ടാവും. ഈച്ചുവിന് 2 പാൻറ് ഉണ്ടാവും. 2 പാൻറ് അലക്കാൻ തരൂല. എന്നാ തരാറ് വെള്ളിയാഴ്ച വൈകുന്നേരം അവൻ്റെ പാൻറ് ഷർട്ട് നമ്മൾ പിടിച്ചു വാങ്ങണം കൊണ്ടയിച്ചു പറഞ്ഞു. ഇല്ലെങ്കിൽ തരൂല. ഇവനാണെങ്കിൽ ദിവസം മണിക്കൂർ കൊണ്ട് നനച്ച് ഇപ്പം വൈകുന്നേരം നനഞ്ഞിട്ടില്ലെങ്കിൽ ഒന്ന് വെള്ളടിച്ചിട്ട് ഉണങ്ങാതെ സ്കൂളിൽ പോവാതെ മിഞ്ഞാന്ന് നനഞ്ഞ ഷർട്ട് ഞാൻ തേച്ചു കൊടുത്തു. നല്ല 2 ഷർട്ട് ഉണ്ട്. നാളെ അത് ആൾട്ടർ ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ ഞാൻ കാണിച്ചു നെട്ടിയുണ്ടാർക്കും. അതാണ് പറഞ്ഞത്. അപ്പം സലീംക്കാക്ക് നമ്മള് കുറച്ച് സലീംഖാനെ കാണാത്ത 2 വ്യക്തികളെ കൂടിയാണ് നമ്മൾ പോണത്. ഒന്ന് അഫിയ ഞങ്ങൾ ടീമാട്ടോ. മുഖം മാറി അങ്ങനെ പറയല്ലേമാ. വളം വെക്കാന്നൊന്നും പറയല്ലേമാ. അങ്ങനെയല്ല പറയുന്നത്. തിരി കൊളുത്താന്ന് പറഞ്ഞാ പോലെ. അല്ല അതൊക്കെ ഒന്നാടാ എന്തായാലും വളരും. ഞാനതിനോട് ഒരുവിധ സപ്പോർട്ട് കൊടുക്കണില്ല. ജോനോട് ഒരു ഉപദേശം കൊടുത്തപ്പോൾ രാവിലെ സ്വന്തം നീച്ചും കണ്ട് ഇന്നോട് ലീവ് പറയാം. അതായത് ഉമ്മമാരെ സഹായം ഇല്ലാതെ തോണ്ടിപ്പെടുത്തലുകൾ ഇല്ലാതെ സ്വയം ഒന്ന് കടക്കുന്ന ഒരു അലാറം അടിച്ച് എണീച്ച് സ്വയം ആരും പറയാതെ ഒരു സ്കൂളിൽ പോണ കാഴ്ചയാണ് നിങ്ങളൊന്ന് ആഗ്രഹിക്കണത്. എത്ര പൂതിണ്ട് കാണാൻ പറയരുത്. പണ്ടത്തെ കുഞ്ഞോള് പിടിച്ചു വലിച്ച് മാറ്റി അവിടെ കൊണ്ടുവരുത്തരാ നമ്മളെ കുഞ്ഞോള്. കുഞ്ഞോളവനെ കൊണ്ട് ഓൻ പോയി കിട്ടിയിട്ടാണ് കുഞ്ഞോ അങ്കലവാടിയിൽ കുഞ്ഞോള് കാവലും ഉത്തർക്കലിന് വേണം രാവിലെ. എനിക്കെന്തേ പ്രശ്നമുണ്ടോ എവിടെ എൻ്റെ കജ്ജി ഇങ്ങനെ അങ്ങനെ നോക്കാന്? അല്ല ഞാൻ ചോദിക്കലുണ്ട്. ഞാൻ ഓനെ ഉപദേശിക്കണ പോലെ ഒരാൾ, അതായത് ഓൻ നന്നായി കാണുന്ന എനിക്ക് ആഗ്രഹമുണ്ട്, ഓൻ സ്കൂളിൽ പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓനെ ഞാനും ആരും ഇല്ലാത്ത നേരത്തെ ഉപദേശിക്കണ പോലെ ഒരാൾ ഉപദേശിക്കലില്ല. എന്തൊക്കെ ഞാൻ ജീവിതത്തിനെ കുറിച്ച് പറഞ്ഞെടുക്കല്ലേ. 500 ഉറുപ്പ്യ ഉണ്ടല്ലോ ഇങ്ങനെ കാട്ടിട്ട് ഞാൻ ചോദിച്ചത് എന്തിനാ അഫിയ പൈസ ചോദിച്ചു. അതിലെന്തിനാ വീട്ടിൽ കൊടുക്കാനല്ലേ കള്ളെത്തിയേ അറിഞ്ഞാണ്ട് അതില് കള്ളെത്തിയേ കൊത്തി പറിച്ച് പാഞ്ഞ് ചർക്കൻ അതൊന്നും കണക്കിലില്ലാനു. കണ്ടമാന പൈസ അമ്മച്ചിക്ക് കൊടുക്കാണ്ട് ഉണ്ട്. അല്ല ഞാൻ അങ്ങനെയും ഓനെ ഓനെ നോക്കി അങ്ങനെയും ഞാൻ ഉപദേശിക്കണ പോലെ. സമാധാനം എന്താ പറയുക ഉമ്മട്ടി ATM കൊണ്ടേനി അതൊക്കെ കൊണ്ടുള്ളൂ. ഇപ്പൊ ATM ഇല്ലല്ലോ പണ്ടത്തെ പോലെ. ഇപ്പൊ ഫുള്ള് ഫോൺ പേ. ഞാൻ ATM വലിച്ചിനെ ഞാൻ എന്നിട്ട് അവനോട് പറഞ്ഞു എന്തിനാ എനിക്ക് വലുതായി എനിക്ക് ATM സ്വന്തം എന്റെ ATM എനിക്ക് തരുകൊണ്ടിട്ടോ. എന്റെ ATM എടുത്തോളൂ അറിഞ്ഞീനി ധൈര്യമായിട്ട് എടുത്തോളൂ. ലോനുമില്ല നോക്കാം ഇന്റെ ATM നിങ്ങൾ എത്ര യൂസ് ചെയ്തോളൂ. എന്റെ അടുത്ത് 3 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. 3 എടുത്തോളൂ. നിങ്ങൾ യൂസ് ചെയ്തോളൂ. ഇപ്പോ ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഉമ്മച്ചി ഇപ്പൊ ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. ഉമ്മച്ചി ഇപ്പൊ ഉമ്മച്ചി പോവാണിതിലെ. അവിടെ പേരിട്ടാ വന്ന. അപ്പൊ ഇന്ന് സലീം ഖാൻ നമ്മൾ കാണാൻ പോവാണ്. സലീം ഖാക്ക് നമ്മൾ ക്വാഡ്രാറ്റിനി താമ്രാറ്റിനി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്വീറ്റ്സും ഒരു സ്പ്രേയും കുറച്ച് ചിപ്സും അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് സ്വീറ്റ്സും സംഭവങ്ങളൊക്കെ നമ്മൾ ഇന്റെ ഫോട്ടോ സലീം ഖാക്ക്. സലീം ഖാക്ക് പ്രോട്ടീൻ ബാർ കൊടുക്കണോ? അടിച്ചു പോവുക മറ്റേ ഇത് കൊടുത്താലോ സലീം ഖാക്ക്? കഫ് സിറപ്പ് ഇതിലെന്തോ ഉണ്ട്.
അതോ ഇതിന്റെ വർക്ക് ചെയ്യാത്ത ഏതൊരു സാധനം ആയിക്കോട്ടെ വർക്ക് ചെയ്യാത്ത ഉണ്ട്. ഈ മേശയൊക്കെ എത്ര സാധനം അതിൽ നിന്ന് ഒഴിവാക്കിയത് എലി കൊണ്ടുവന്ന് നിൽക്കണ മാതിരി കൊണ്ടു വെച്ചിട്ട് ഇല്ലാണോ കൊടുക്കണേ. അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ സാധന സാമഗ്രികളായിട്ട് ബോസിനെ കാണാൻ പോവാണ്. വേറെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അഫിയ പട്ടിക്ക് പാടല്ല പട്ടിക്ക് പാടല്ല ഇതല്ലേ ഈശ് ഇതില് അഫീഫെ അഫീഫെ ഇതൊക്കെ ഞാൻ വാങ്ങി തന്നതാണല്ലേ പറഞ്ഞതേ നോക്കാം ഇത് നല്ല ലീശല്ലേ, ഇത് വലുതും സുഖമായിട്ട് ഇതാക്കാം. പക്ഷെ ഇത് ഞാൻ കൊന്നോർമ്മണ്ട് കൗത്തില് ചെയിനിട്ട് ഉള്ളിക്കിട്ട് വലിച്ച ലീശായി. ലീഷും ഉണ്ടല്ലാണ്ട് പട്ടിക്ക് പാടല്ല പട്ടിക്ക് പാടല്ല വടം വേറെന്തിനോ പറയണല്ലേ, വടം വലിക്കല്. അല്ല കഴുത്ത കിട്ടുന്ന സാധനത്തിലൊക്കെ നമ്മൾ പൊതുവെ എന്നാ പോവല്ലേ. പേര് വർക്ക് ഉണ്ട് കേട്ടോ. എന്താണ് അതിന്റെ റെക്കോർഡ് എന്തായി റെക്കോർഡ് ആർക്കെല്ലാം എഴുതാൻ കൊടുത്തളാ, എന്നിട്ട് ആരെ കൊണ്ടെല്ലാം എഴുതിപ്പിച്ച് ഓൾക്ക് വല്ല മുട്ടായോ പൈസ കൊടുത്ത് കൊണ്ടേ റെക്കോർഡ് വെക്ക്. അങ്ങനെ നിങ്ങളെ പോലെ ചിന്തിക്ക ഫീഫ്. നമ്മൾ വേണമെങ്കിൽ 2 സ്ഥലത്ത് സ്ഥലം തന്നെ കൊടുക്കും. ആരെ നിങ്ങളെ എത്തുന്ന അല്ല ഓന് ഒരു വെക്കാലി അതായത് എനിക്ക് ഓരി വെക്കാനുള്ള സ്ഥലത്തുനിന്ന് എൻ്റെ 2 സെന്റ് അടിയുടെ സ്ഥലത്തുനിന്ന് അല്ലെ പൊട്ടീന്ന് എവിടുത്തെ ഒരു സ്ഥലത്തുനിന്ന് ബാ. ഇത് ഡിസൈനാ അതോ മരിച്ചത് തന്നെയാ? ഇത് ഡിസൈൻ കൊണ്ട് മരിച്ചതും ഉണ്ട്. അതെന്താ ഈച്ചനാശിനിയാ? ആ അത് ചില ഡേ പാറ്റ പൊടിയും ചില ഡേ ഈച്ച പൊടിയും. ഇന്നൊരു ഈച്ചടേ ഇന്ന് ഇവിടെ ഈച്ച ഉണ്ടേനെ. അതില്ലമ്മ ക്ലൈമറ്റ് ചേഞ്ച് എന്തോ ആണ് അതിന് കാരണമാക്കുന്നത്. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്നുള്ള എല്ലാവരും പറഞ്ഞിട്ട്. അതായത് ചില ഡേയിൽ പാറ്റ ഒന്നായിട്ട് ചുമരുമ്പലും ലൈറ്റിൻ്റെ ചുറ്റും കള ചെയ്യാനിട്ട് പാറ്റ അങ്ങോട്ട് പൊടിഞ്ഞ് റൂമിൽ കൂടെയൊക്കെ പൊടിഞ്ഞ് ചാടി മരിച്ച് അങ്ങനെ ഉണ്ടാവും. ചില ഡേയിൽ ഈച്ച പാറണം, ചില ഡേയിൽ മറ്റേ പ്രാണികൾ. എനിക്ക് തോന്നുന്നു ഓരോ സീസണാണ്. അഫീഫിന്റെ പൂട്ടാ അത് ഇതെന്റെ പൂട്ടാ. എന്നാലേ നമുക്ക് അല്ല സാധനം എടുക്കാൻ മറന്നോ? ഇല്ല എന്നാൽ പോവുകയാണ്. അപ്പം നമുക്ക് ബോസിൻ്റെ അടുത്തെത്തിയിട്ട് ജിമ്മിനെ കയറ്റിയിട്ട് പോകണം. ബോസിൻ്റെ അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ സലീം ഖാൻ്റെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. ബോസ് ഒറ്റക്കാണ് അവിടെ നിൽക്കണം കേട്ടോ. ഒന്ന് ഫുള്ള് അടിച്ചൊരു തുടച്ചെല്ലാം കഴിഞ്ഞ് പോവാണോ തോന്നുന്നു, നേരത്തെ പോവാണോ കേട്ടോ. എന്തായാലും പോയൊക്കെ വല്ല വാ സാധനം എടുത്തോ. അസ്സലാമലൈക്കും. ഇന്നൊന്നുമില്ലേ? എവിടേക്ക് ആന കയറിയപ്പോളോ? എവിടെ ആന വന്ന്? ഫോറസ്റ്റ് വണ്ടി നിങ്ങളോ? നിങ്ങൾ കണ്ടോ? ഫുള്ള് ഫോറസ്റ്റ്. എന്താ വർത്താനം? നല്ല വർത്താനം. വീഡിയോ കണ്ടീനോ? പിന്നെ ഞാനിത് ഞാനിങ്ങനെ ഒരിക്കലും ആയത് എനിക്കറിയില്ല എന്തൊക്കെ എന്റെ കൈ കൊടുത്തു. ഞാൻ കൊയങ്ങിന്ന് ഫോൺ ചെയ്താണ്ട് എന്റെ തിരക്കാരും ആകെ എന്തെങ്ങനെയൊക്കെ എനിക്ക് നിങ്ങളെ പറ്റി ഞാൻ ഇപ്പഴാ മനസ്സിലാക്കി. ഇപ്പൊ മനസ്സിലായോ പോലീസാണോ? അടച്ചോനേറോ ഇപ്പൊ ഞാൻ ആരാന്നാ പറഞ്ഞിട്ടെല്ലാരും. മകളുണ്ടോ? മകളുണ്ടോ? പിന്നെ 2 കുട്ടികള് ചെക്കന്മാരും ഉണ്ട്. ഓലെ കമന്റ് ചെയ്തിക്കണോന്ന് കമന്റ് ഇട്ടിന് ഇപ്പയാണ് പറഞ്ഞിട്ട്. അത് മരുവളാണ്. മോളെ കല്യാണം കഴിച്ചു കാരക്കുന്നുമുട്ട്. പിന്നെ 2 കുട്ടികളാണ്. ഒരാള് എറണാകുളത്തുണ്ട്. ഇപ്പൊ മഞ്ചേരിയോ? കാരക്കുന്നുമുട്ട്. ഇന്നെന്തില്ലേ ഒക്കെ കഴിഞ്ഞു. തിരക്കല്ലേ അതിന് പറയുന്നത് എന്തൊക്കെയാ എങ്ങനെ ഒന്നും പറയണ്ട. നിങ്ങൾ മുതലാട്ടോ സാധനല്ല അതിനൊക്കെ ഇന്നലെ ഫുൾ സാധനം. ഞാൻ നേരത്തെ പോയി അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ സംഭവം. ഞാൻ ഉറങ്ങിയിട്ടില്ല. ഇന്നലെ ഉറക്കം വെച്ചിട്ട് പിന്നെ പകരം ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് എന്റെ കുടുംബം മൊത്തം വിളിക്കണെന്നേ. എന്തിന്
എല്ലാവരും വിളിക്കുക എനിക്ക് എന്ത് എന്നിട്ട് ഓലെന്താ പറയണേ നിങ്ങളോട്? എല്ലാവരും നിങ്ങളെ പറ്റിന്നെ പറയുന്നു ഫുള്ള്. എന്താ പറഞ്ഞേ? എന്താ പറഞ്ഞു എന്താ പണിന്ന് ഓല് പറഞ്ഞിരുന്നു? പറഞ്ഞു അപ്പൊ പറഞ്ഞു എന്റെ പാട്ടുകാരനോട് അങ്ങനെയൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ അറിയുള്ളൂ. എനിക്ക് ഫോൺ ഇതല്ലേ, ഞാൻ എങ്ങനെ എനിക്ക് അറിയാം. എനിക്ക് ആ ചെറിയ ഫോണല്ലേ, അപ്പൊ അതുകൊണ്ട് ഞാൻ മറ്റേത് കൊണ്ടെടുക്കലില്ല. അപ്പൊ ഞാൻ എനിക്ക് അറിയില്ല. ഞാനല്ലേ ഇങ്ങോട്ട് ചോദിച്ചത് നിങ്ങളെ. ഞാൻ കരുതി ആരും കാണില്ല, പക്ഷേ വ്ളോഗ് ഇട്ടാണ്ട് ഇല്ല കച്ചവടം പോയോ. അപ്പൊ സാധനങ്ങൾ ഫുള്ള് മാഷാ അല്ലാഹ് ഫുള്ള് കഴിഞ്ഞിട്ടോ. ഈ റോല് വെക്കുന്ന സാധനങ്ങൾ ഫുള്ള് കഴിഞ്ഞു. രണ്ടാമത് ഉണ്ടാക്കിയത് പിന്നെയും കഴിഞ്ഞു. അതാ ഒരു പോയപ്പോ എനിക്കുണ്ടായി തന്നു. അതിന് മുന്നേ ഓല് ഉണ്ടാക്കിയത് മൊത്തം കഴിഞ്ഞു. പിന്നെ അവർക്ക് നേരം കിട്ടിയില്ല. പിന്നെ പോവാന്ന് പറഞ്ഞു പോയി. ഞാൻ നാളെ ഇൻഷാ അല്ലാഹ് 2 സെറ്റ് സാധനം കയറ്റിയാൽ മൊത്തം കഴിഞ്ഞു. കുറെ ആൾക്കാർ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ചോദിക്കണേ, നിങ്ങളാണ് സലീമാക്ക ഇങ്ങനെ ചോദിക്കുക വരുന്നുണ്ടോ. ഞാൻ സമാധാനം പറഞ്ഞു കഴിഞ്ഞു. ഉഷാറായില്ല പക്ഷേ മാഷാ അല്ലാഹ്. അപ്പൊ നമ്മളെ ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇതേനി. അതായത് ആൾക്കാരൊക്കെ ക്യൂരിയോസിറ്റി എന്തേനോ, ഇത് നമ്മളെ വീഡിയോ ഗൾഫിൽ നിന്ന് കാണലുണ്ട്. ദുബായ്, സൗദി, മസ്കറ്റ്, ഒമാന്, ബഹ്റൈൻ, ഖത്തർ എല്ലാ രാജ്യത്തു നിന്നും കാണലുണ്ട്. ഇവരൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണം നിങ്ങളെ എല്ലാവർക്കും. അതേപോലെ തന്നെ ജാതി മത ഭേദമന്യേ ഫുൾ എല്ലായിടത്തുനിന്നും മുംബൈയിൽ നിന്ന് കാണുമല്ലോ, പൂനെയിൽ നിന്ന് കാണുമല്ലോ, ഡൽഹിയിൽ നിന്ന് കാണുമല്ലോ, ബാംഗ്ലൂര്, ചെന്നൈ എല്ലായിടത്തും ആൾക്കാരുണ്ട്. ഓൾ കേരളയിൽ നിന്നും ആൾക്കാർ ഫുള്ള് കാണും. എല്ലാവർക്കും ഓരോ അഭിപ്രായം പറയുള്ളൂ, നിങ്ങൾ നല്ല മനുഷ്യനാണെന്നാണ് എല്ലാവർക്കും പറയുള്ളത്. അതല്ലേ അത് പോരെ, ഞാനങ്ങനെ തന്നെ പ്രവർത്തിക്കലുള്ളൂ. ഞാൻ എന്റെ കാര്യങ്ങൾ മറച്ചിരിക്കുന്ന ആളാ. എന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മറച്ചിരിക്കുന്ന ആളാണ്. എന്നിട്ട് എന്താ വർത്താനം? വീട്ടുകാരി എന്ത് പറയുന്നത്? അല്ലാ പറയണ്ട തോന്നും. എന്തേ വയനാട് എനിക്കില്ല കുടുംബങ്ങൾ മൊത്തം എനിക്ക് ഈ ഫോണായതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇന്ന് വരാൻ തന്നെ കഴിയില്ല എനിക്ക്. അതായത് ചെറിയ ഫോണാകുമ്പോ അയക്കും, അല്ലാതെ അങ്ങോട്ട് അയക്കാലൊന്നും അയക്കൂലല്ലോ. അതില് മൊത്തത്തിൽ നാട്ടുകാരോ അതിലേറെ മമ്പാട്. ഇപ്പൊ മമ്പാടത്തെ ടീം വന്നിട്ട് വന്നേ ഇതിന്റെ അടുത്തേക്ക്. എന്താ സിനിമക്ക് നിങ്ങൾ ഈ ഒരു 20 ദിവസം കൊണ്ട് എന്തൊക്കെ നിങ്ങൾ അവിടെ കാട്ടിക്കൂട്ടി. എന്തായാലും സെറ്റായി. ഞങ്ങൾക്ക് ഇന്റെ വക കുറച്ച് സാധനം കൊടുത്തിനി. ഇങ്ങോട്ട് വരി. മുട്ടായി അതാണ് നമ്മളെ നിലമ്പൂരിന്റെ പ്രത്യേകത കേട്ടോ. ഇന്നലെ പന്നിയാണെങ്കിൽ ഇന്ന് ആന, നാളെ പുലി, പിറ്റേ ദിവസം കടുവ. അപ്പൊ അങ്ങനെ 4 കാലുകളാണ്. അപ്പൊ ചായ കുടിക്കാം നമുക്ക്. നമ്മള് ഇങ്ങോട്ട് വരി. എങ്ങോട്ട്? നിങ്ങളെ കാണണ്ട എനിക്ക്. അപ്പൊ എല്ലാരും ഭയങ്കര ഇരിക്കങ്ങള്. ഞാൻ കരുതി തിരക്കാവും. ബാക്കി തിരക്ക് നേരത്തെ കഴിഞ്ഞ നന്നായി. പറഞ്ഞിട്ടൊന്നും അറിയില്ല. കാരണം ഞാൻ ഒരു പുറത്തേക്ക് വല്ലാതെ അറിഞ്ഞിട്ടില്ല. ഇരിക്കേ കുട്ടികൾക്ക് അറിയാം. ആ കുട്ടികൾക്ക് 2 ചെക്കന്മാർ. മോള് ഫസ്റ്റ് എന്നോട് പറഞ്ഞത് നിങ്ങളെ പേരും പറഞ്ഞോട് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇമ്പാന്ന് വിളിക്കാം. നിങ്ങളെ ഭാഗ്യാണ് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര നമ്മളെ ഭാഗ്യാണ് നിങ്ങളെ പോലുള്ള ഒരാളെ മീറ്റ് ചെയ്യാൻ പറ്റിയത്. ഫോറസ്റ്റുകാർ നിന്ന് തപ്പുണ്ടല്ലേ. ഈ ഫോറസ്റ്റുകാരുടെ ഒരു ലൈറ്റ് ഉണ്ട് കേട്ടോ, അടിച്ച് കഴിഞ്ഞാല് പല വരെ പോണ ലൈറ്റ്. അതിൽ കുറെ പേടിച്ചു പോയി വിടുന്നു. എന്ത് ആൾക്കാരോ? ഞാനൊരു കുറച്ച് സെക്കൻഡ് പോയി. ഞാൻ താഴത്തേക്ക് വെള്ളത്തിലായതാണേ. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. എനിക്കിത് അറിയില്ലേനി. അതിൽ ഇവര് പറഞ്ഞു എവിടേക്കായി പോകുന്ന വെച്ചിട്ടുണ്ട്. ഞാൻ വെള്ളം കഴിഞ്ഞപ്പോൾ ടാങ്ക് ഇതുണ്ടേ. ഞാൻ അവർ കണ്ണൊക്കെ വെത്താളുക, കണ്ണൊക്കെ വെത്തേക്ക് ഉറങ്ങിയിട്ട് ഞാൻ പണിക്ക് വരാന്നല്ല. അപ്പോൾ ഇവര് പറഞ്ഞു ഇന്ന് വരുത്തിയത് ഇവര് ഇങ്ങോട്ട് ഇവിടെ വന്നപ്പോ ഇവരൊക്കെ ഉണ്ടാക്കാട്ടോ. ഹോട്ടലിന്റെ അവരൊക്കെ ഇറങ്ങി സംഭവം അറിഞ്ഞിക്കണേ. ഇങ്ങോട്ട് ഞാൻ അവിടുന്ന് വിളിച്ചാൽ എന്താ സിനിമക്ക് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് പറഞ്ഞിട്ട് ഭയങ്കര നോക്കോ. ആർക്കും ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. ഇത് ഒരു മുട്ടായി, ഒരു കാരക്കൻ്റെ ഇതിന്റെ മുട്ടായി. ഇത് നിങ്ങൾ ഷുഗർ കഴിക്കോ? എനിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ. അപ്പൊ മാഷാ അല്ലാഹ് സെറ്റ്. പിന്നെ ഇതൊരു സ്പ്രേ ആണ്. അത് സ്പ്രേ വേറെ ആർക്കും കൊടുക്കരുത് കേട്ടോ. പിന്നെ ഇത് ഫേമസ് ചിപ്സിന്റെ പരിപാടിന്റെ ടീമാണ് പാലക്കാട്ടത്തെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉള്ള ചിപ്സാണ്. SNR അങ്ങനെ എന്തോ പറയും. പിന്നെ ഇത് നിറച്ച് മുട്ടായി ഉണ്ട്. ഇത് ഫുള്ളിന്റെ വകയാണ്. ഞാൻ നമ്മളങ്ങനെ പ്രതീക്ഷിച്ച് വന്നല്ലോ. പിന്നെ ഇത് ഫുള്ള് മുട്ടായിയാണ്. ഇത് ഫുള്ള് ഗൾഫത്തെ മുട്ടായികളാണ്. ബൗണ്ടിയും ലോക്കറും ചോക്ലേറ്റും കിൻഡറും കിറ്റ്കാറ്റും
പിന്നെ ഏതൊക്കെയോ മുട്ടകളുണ്ട്. പേരക്കുട്ടി ചോദിച്ചായിരുന്നു ഇമ്പാക്ക് മുട്ടായി കിട്ടൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് അതാ മുട്ടായി കൊടുത്തത്. മുട്ടായി കണ്ടമാനുണ്ട്. എത്ര പേര് മക്കളാ മോക്ക്? നമുക്ക് 3 കുട്ടികൾ, 2 ആൺകുട്ടികളും ഒരു പെൺകുട്ടി. ഇപ്പം പ്രസവിച്ചെടുക്കുന്നത് പെൺകുട്ടിയാണ്, മറ്റേ 2 ആൺകുട്ടികളും. മരുമോന്റെ നാട്ടിലുണ്ട്. മരുമോന് ഗൾഫിലാണ്. മോന് ഇപ്പോൾ മോൻ്റെ ഉമ്മാക്കും അപ്പൊക്കൊന്നും സുഖമല്ല. അപ്പോൾ പണ്ട് ഓർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ മോനെ ഇങ്ങോട്ട് നാട്ടിൽ കുട്ടികളെ കാണാൻ വരാൻ കമ്പണ്ട്. പക്ഷെ മോനെ സാഹചര്യം അനുവദിക്കുന്നില്ല. അങ്ങനെ ഇതടിച്ചു നോക്കിയൊന്ന്. ഞാൻ ഈ കോലത്തിലോ അതിനെന്താ ഞാനൊക്കെ ചീഞ്ഞ കളഞ്ഞിട്ട് സ്പ്രേ അടിച്ചത്. നമ്മോട് പിന്നെ കോളേജ് തറവാട് കോളേജ് ഞാൻ ഇവിടെ കുറച്ച് കൈ മടിച്ചോ ഇവിടെ അടിച്ചിട്ടെ മണത്തോക്കി. സ്പ്രേ ഉണ്ട്. ഇനി എന്തൊക്കെ ആവശ്യം അത് എന്നോട് പറഞ്ഞോണ്ടിട്ടോ. എന്റെ നമ്പർ ഞങ്ങൾക്ക് തരാം, ആർക്കും കൊടുക്കരുത്. എന്നിട്ട് എന്തിടലും ഇന്നെ വിളിക്കാം. ഒറ്റ ഞാൻ പണിയെടുക്കണ ജീവിച്ചു പോകണം അത്രേ ഉള്ളൂ. എന്നാലും ഇങ്ങനത്തെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്പ്രേകളോ അങ്ങനെ എന്തെങ്കിലും പുതിയ മനുഷ്യന്മാരല്ലേ, പൂതികൾ ഉണ്ടാവുമല്ലോ, എവിടെയെങ്കിലൊക്കെ പോകണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളതുണ്ടെങ്കിൽ നേരെ ഇന്നെ ഡയറക്റ്റ് വിളിക്കാം. വേറെ ആരും വിളിക്കാം. ഹാപ്പി അല്ലേ? പിന്നെ ചായ ഒരു ചായ അടിച്ചാലേ നമ്മള് ഇതായിക്കണടുത്തേ കുട്ടിയെ കൊടുത്തോണ്ടിട്ടോ. നീ കുട്ടികൾ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോണ്ടിട്ടോ. നീ ആലിനെ വിളിച്ചില്ലേ? അത് ഞാൻ സന്തോഷം കൊണ്ട് വിളിച്ചതാ. ആ ഒരു നമ്പർ എനിക്ക് ഇങ്ങനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഹബീബ ഡോക്ടർ അറിയോ? അമരമ്പലത്തെ നല്ല ഫേമസ് ആണ്. ഓല അവിടുത്തെ കുട്ടിയാണ് നിഹാല്. അപ്പൊ ഓനെ വിളിച്ചത്. ചായ കുടിച്ചാ? എത്ര ചായ? ഇതിന്റെ ഉണ്ടോ? അതിന്റെ 2ാമൻ, ഇതിന്റെ 3ാമൻ. എനിക്ക് 3 ആൺമക്കളാ. ബാക്കിയുള്ളതൊക്കെ അവിടെ വരുന്നവര് കൂട്ടുകാർ. എന്താ നല്ല നല്ല ഫ്രണ്ട്സാണ് പേര്. നിങ്ങള് ചായക്ക ഞങ്ങൾ പോണ്ട. നിങ്ങൾ ഇതാ ചായ എടുത്തോ. അതിനെന്താ? ആ നിങ്ങൾ ലോറിയാ എങ്ങട്ടാ? അങ്കമാലിയോ? അപ്പൊ എന്താ ഇങ്ങോട്ട് പോണ്? അങ്ങട്ടാ ഹൈദരാബാദിനോ? എത്ര ദിവസത്തെ യാത്രയാണ്? അപ്പൊ വീട് എവിടെയാ? വീട് മലപ്പുറം. അപ്പൊ ഹൈദരാബാദിൽ നിങ്ങൾ എപ്പോ യാത്ര തുടങ്ങി? മിഞ്ഞാന്ന്. 3 ദിവസം കിടക്കൻ്റെ ആ ലോറിയോ? 3 ദിവസം. അപ്പോ റോട്ട് കൂടെ ഒറ്റക്കുള്ളൂ? ഇനി ഒറ്റക്കുള്ളൂ. കൂട്ടുകാരനെ ഇവിടെ ഇറക്കി. ഹെവി ലൈസൻസിലെ എൻ്റെ അനിയനെ എടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഓന് ലോറി ബസ്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നടുത്തഞ്ചന് അതിലോ ഹെവി ലൈസൻസിന് കൊടുക്കണം. അത് കിട്ടാൻ പണിയാ? 21 വയസ്സ്. 21 ആയിട്ടില്ലല്ലേ? 21 ആയിട്ടില്ല. അതോ കാത്തിക്കണോ തന്നെ? 21 നിങ്ങൾക്ക് എന്താ ചായ? ഒരു ലൈറ്റ് ചായ. ജിംഷാക്ക് ഒരു കോഫി. ആദ്യം മൂപ്പർക്ക് കൊടുത്തു. ആദ്യം ഒരു കൊടുത്താളി. യാത്ര ചെയ്ത് വന്നവരല്ലേ, വണ്ടിക്കാർക്ക് കൊടുത്താളി. എങ്ങനെ ഇന്നലെ ഞാൻ ആ വ്ളോഗിൽ ഇരുന്ന് കുത്തിരുന്ന് കണ്ടു ചിറിച്ചിട്ട് മിസ്സായി. ഒരാള് കട്ടണ്ടാക്കി കുടിച്ചിക്കണേ. ആ പൈസ ഗ്യാസ് മട്ട അലിയായി. മനുഷ്യനാണ്. അല്ല സാധനം ഇവിടെ അല്ലേ ഇത്രയും ചായ. ഇന്നലെ 3 മണിക്ക് എത്രങ്ങാനും സാധനം ഉണ്ട് ഇവിടെ. ഇന്ന് ഇവിടെ വ്ളോഗ് കണ്ടാ അറിയുന്നത്. ഇന്ന് ഒന്നുമില്ല, കട കാലിയായി. സാധനം ഫുള്ള്. അതായത് ആദ്യം സാധനം അടിച്ചു, അത് ഫുള്ള് കഴിഞ്ഞു. പിന്നെ സാധനം അടിച്ചു, അതും കഴിഞ്ഞു. പിന്നെ നമുക്ക് ഞാൻ നേരത്തെ കിടന്നുറങ്ങി. കാരണം ഇന്നലെ വരെ പോയി. ഇന്നലെ വ്ളോഗ് എഡിറ്റ് ചെയ്ത് ഞാൻ കിടക്കണം. ഇന്നലെ നമ്മൾ 4-5 മണിക്ക് വീട്ടിൽ പോയി. 5-6 മണിക്ക് ഞാൻ എഡിറ്റ് ചെയ്ത് പിന്നെ എന്ത് ചെയ്തു, ഞാൻ ഏർക്ക് പ്രീമിയർ ഇട്ട്. അപ്പോൾ പ്രീമിയറിൽ ഇരിക്കണോല് പാവങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണമല്ലേ, കുറച്ച് നേരം കമൻറ്റിന് റിപ്ലൈ കൊടുക്കാതിരുതി. ഞാൻ എന്ത് ചെയ്തു, പ്രീമിയറിൻ്റെ കമൻറ്റിൽ കമൻറ്റ് ഇടണവർക്ക് വേണ്ടിയിട്ട് റിപ്ലൈ കൊടുത്ത് ഹായ് എന്ന് കൊടുത്തിരുന്നു. അപ്പം എൻ്റെ ഉറക്കം ഇന്നലെ ഫുള്ള് ദസ്വീസായി. ഒരു ഫുൾ ഡേ ഉറങ്ങാൻ എന്നിട്ട് 4 മണിക്കൂർ ഉറങ്ങി. 4 മണിക്കൂർ 8 to 12 ഉറങ്ങി. പള്ളിക്ക് പോയി.
പിന്നെ 2 to 5 വെല്ലിപ്പാൻ്റെ ഒപ്പം വെള്ളിയാഴ്ചയാണ് വെല്ലിപ്പാൻ്റെ ഒപ്പം നിന്ന് പിന്നെയും മരിപുഷ്കാരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നേരം എന്ത് ചെയ്തു നേരെ കടന്നുറങ്ങി 10 മണിക്ക് കഴിച്ച് ഒരു 10, 11, 12 മണിയൊക്കെ ആയപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോകുന്നു. എനിക്കൊരു സ്ട്രോങ് ഇന്നലത്തെ അതേപോലെ മധുരം കുഴപ്പമില്ല, നോർമൽ 2 കോഫി 2 ചായ. എനിക്ക് സ്ട്രോങ്ങാ ഈ ചെറിയ ഭാഗത്തിന് സ്ട്രോങ് തന്തപിടിയുള്ള പോലെ കുടിക്കണ്ട കേട്ടോ. ഇതാക്കണ്ടേ ശരിയാ എടുത്തണ്ടേ. എൻ്റെ മനസ്സ് ആളൊരു പൊട്ടനാണല്ലോ, മനസ്സ് ഭയങ്കര ശുദ്ധിയുള്ള അല്ലേ. പ്രാഥമികമായ വിവരവും ബോധമൊന്നുമില്ലെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നന്മണ്ട അത് ജീവിക്കാനാണ് മതി അഫിയ. അതായത് മനസ്സിൻ്റെ ഉള്ളിൽ നന്മണ്ട്. ശരിക്കും എല്ലാവരും പറയും ജീവിക്കാൻ പൈസ വേണം, ജീവിക്കാൻ പ്രതാപം വേണം, അത് വേണം. ജീവിക്കാൻ പ്രാഥമിക ജീവിതങ്ങൾ നടത്തി പോകാൻ പൈസ തന്നെ വേണം. പക്ഷെങ്കിൽ പൈസ കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് ക്യാരക്ടർ. പഠിച്ച പണ്ടത്തെ കാലത്ത് നമുക്കിത് ആദ്യം നല്ലോണം വെച്ചു ന്യൂജനായി പണ്ടത്തെ കാലത്ത് ഉമ്മച്ചിൻ്റെ അടുത്ത് ഇങ്ങനത്തെ മ്യൂസിക് 1 ഉമ്മച്ചിൻ്റെ അടുത്ത് ഇപ്പോഴും 1 ഇല്ലേ? 1 ഇല്ലേ? എടുക്കലില്ല. ഇത് വില വീണില്ലേ? അപ്പം ഉമ്മച്ചിൻ്റെ ഇനി എടുക്കേണ്ടി വരും, ഇനി മുതൽ എടുക്കേണ്ടി വരും. കാരണം പച്ചവര ഒന്ന് പച്ചവരായിട്ടോ അത് നേരത്തും കാലത്തും ഉറങ്ങാതെ റീൽസ് കണ്ടിരുന്നിട്ടാണ്, യൂട്യൂബ് കണ്ടിരുന്നിട്ട്. പണ്ടൊക്കെ ഉമ്മമാര് കുട്ടികളെ ചീത്തറിയുന്നു. ഇപ്പൊ ഉമ്മമാര് റീല് കണ്ടിരിക്കുക. എല്ലാ പേരിലും ഉണ്ട് കേട്ടോ, എല്ലാ പേരിലും ഉമ്മമാര് കള്ളത്തിമാരെല്ലാവരും എന്ത് ചെയ്തു റീല് കണ്ടിരിക്കണം. ഉമ്മമാര് റീലും വ്ളോഗും കണ്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് പണ്ട് ബലൊക്കെ ഈ ഉമ്മമാരൊക്കെ മക്കളൊക്കെ ചീത്ത പറഞ്ഞത് തലവേദനക്ക് കാരണം ഫോണാണ് അറിയാണ്ട്. ഇവിടെ ഓഫ് ഇവിടെ ഇരിക്കുക. ഉമ്മച്ചി പറഞ്ഞേ എൻ്റെ ഞാൻ സ്കൂളിൽ പോകാത്ത ഒരു ദിവസം വയറ്റ് നോക്കുന്നുണ്ടല്ലേ ഫോണാണെന്ന് പറഞ്ഞത്. ഞാൻ ഫോൺ തിന്നാ എന്തമ്മാ ഒരു കാലത്ത് ഫോണില്ല എല്ലാത്തിൻ്റെയും പ്രശ്നക്കാരൻ. ഈ പച്ചവര നിങ്ങൾ ഈ പച്ചവര വരുന്നത് ഇജ്ജ് പറഞ്ഞ കാരണം കൊണ്ടാണെങ്കിൽ ഇവന്റെ ഫുൾ സ്ക്രീൻ പച്ചയാണ്. എന്ത് ഓൻ്റെ ഒക്കെ ആപ്പിൾ പ്രൊഡക്ട്സ് ആണ്. ആപ്പിളിന് പച്ചവര വരൂല. ഇവൻ ചെറിയ പ്രായത്തിലെ സെറ്റിലായി. അതായത് ഞാൻ പറഞ്ഞതാ, നല്ലൊരു സ്കൂള് പോവാൻ എയ്ത്തർ അല്ലെങ്കിൽ റിവറിൻ്റെ വണ്ടി അല്ലെങ്കിൽ ഹിമാലയന് അല്ലെങ്കിൽ ഡിസൈർ അല്ലെങ്കിൽ ഹൈക്രോസ്. ആൾക്കാർ തലമുറ കഷ്ടപ്പെടുമ്പോൾ അടിയത്തെ തലമുറ രക്ഷപ്പെടും. ഫസ്റ്റത്തെ തലമുറ കഷ്ടപ്പെടും, അടിയത്തെ തലമുറ രക്ഷപ്പെടും. നയിച്ചു ആ രക്ഷപ്പെടുന്ന തലമുറ നല്ല ചേക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അടിയത്തെ തലമുറ കഷ്ടപ്പെടും. മക്കൾ കഷ്ടപ്പെടുന്ന തലമുറ പറഞ്ഞത് ഇജ്ജ് മര്യാദക്ക് ജീവിച്ചിട്ടില്ലെങ്കിൽ ഒതുക്കത്തിൽ ഒതുക്കത്തിലാണ് പോലെ. വളരെ അഫിക്ക് ഇപ്പൊ എങ്ങനെയൊക്കെ ജീവിക്കുമ്പോ ഞാൻ പിന്നെ മക്കളോട് ഇപ്പൊ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കുന്നു? സ്കൂളിൽ പോയിക്കോ. എനിക്കറിയില്ല. ഞാൻ മക്കളോട് ഇതൊന്നും ഒരിക്കലും എന്റെ മക്കളോട് സ്കൂളിൽ പോയിക്കോന്ന് പറയാൻ പറ്റില്ല. കാരണം യൂട്യൂബില് 2ാം ക്ലാസ് മുതൽ തെളിവല്ലേ ഈ സ്കൂളിൽ പോവാത്തത്. മക്കളോട് എങ്ങനെ 2018 മുതൽ എത്ര മുതലാ? 18 ഭാവിയിൽ താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. കാരണം ഇപ്പൊ മുതലാക്കി അഞ്ഞൊരു വീഡിയോ എന്തെങ്കിലും ഇറങ്ങിയാണ്ടോ? ഞാൻ കണ്ടില്ല. എന്താ പറഞ്ഞു? ആൾക്കാർ നമ്മളെ കാറൊക്കെ ബാക്കിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറയണ പോലെ ആക്കുക. സൗണ്ട് ഒക്കെ കൊടുക്കാൻ സൗണ്ട് കൊടുക്കാൻ സൗണ്ട് ഭയങ്കര ഈ സൗണ്ട് തന്നെ കിട്ടും. അത് കിട്ടും. പാട്ടാണ് മനസ്സിന്. പാട്ട് സ്റ്റുഡിയോയിൽ നമ്മളെ പോലെ പാടാം. പക്ഷെങ്കിൽ സ്റ്റേജിൽ കയറി പാടാൻ കഴിയില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ കുഴപ്പമില്ല. എല്ലാത്തിനും ഒരു ഫാൾട്ട് ഉണ്ടാവും. ഏത് കണ്ടുപിടുത്തത്തിനും ഒരു ഫാൾട്ട്. അല്ല സ്റ്റേജിൽ കയറി പാടാൻ പാടിപ്പിച്ച ആളും വരില്ലല്ലോ. നമ്മൾ തന്നെ കണ്ടേ. കോഫി ഇത് കോഫി ഇത് കോഫി ഇത് ചായ ഇത് ചായ ഇത് കോഫി. ഇന്നലെ മോനെ ആഫി എന്നോട് പറയാ ചിറിച്ചിട്ട് ഫോട്ടോ എടുക്കാൻ വരി. എന്താ വർത്താനം? താങ്ക് യു. ഹായ് ബ്രോ. കയ്യിൽ ചായയാണ്. എവിടുന്നാ പോരുന്നേ?
സംസാരിച്ചു നിന്നിട്ടുള്ളൂ. ഞങ്ങളിപ്പോ പറഞ്ഞിട്ടുള്ളൂ വണ്ടിന്ന്. മരം കൊണ്ടിറങ്ങി ഇപ്പൊ നല്ല കടന്നപ്പോ നമ്മളുണ്ടല്ലോ. ഈച്ചു കണ്ണൂര് പോയി എക്സാം ഉണ്ട്, BBA എക്സാം. ഫോട്ടോ എടുക്കണ്ടേ? വരി. ആനുണ്ട് എന്നും പറഞ്ഞു പെരുമര പേരുണ്ട്. ഓക്കെ, ആന ഇറങ്ങിക്കണല്ലോ ഇവിടെ. ഇവിടെ ഇപ്പൊ ഫോറസ്റ്റുകാരുണ്ടായിരുന്നു. ഞങ്ങള് ഫസ്റ്റ് വന്നപ്പോ വണ്ടി കണ്ട് വിളിച്ചിട്ടുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. നല്ല ചൂടായിരുന്നു. അഫിയോ അഫിയോ ഓക്കെ. ഓക്കെ, അനക്കെടുക്കാനാ? നിങ്ങൾക്ക് എടുക്കാനാ? ഇതാ മൂപ്പർ എടുത്തോ. ബാ അഫീഖ്, അഫിയോ. ഓക്കെ എന്നാ, ₹10 ഫോൺ പേയിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. നന്ദി. ഞാൻ യൂട്യൂബിൽ എനിക്ക് ആവശ്യമില്ല റെക്കോർഡ് ചെയ്ത് വെക്കലാതെ. എത്രങ്ങാനും ആൾക്കാർ ഷോർട്സ് എഡിറ്റ്സ് ഇറക്കിയോളാം. ഞാൻ ഒരാൾക്കാരോട് എഡിറ്റ്സ് റിക്വസ്റ്റ് ചെയ്യില്ല. അപ്പോൾ എഡിറ്റേഴ്സ് വ്ളോഗ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇന്ത്യയും സലീം ഖാൻ്റെ എഡിറ്റ്സ് നിങ്ങൾ കൂടുതൽ ഇറക്കണം. എനിക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. സോ സലീംക്കും ഇന്ത്യയും ഉള്ള മൊമെൻറ്റ്സ് എല്ലാം എല്ലാവരും എന്ത് ചെയ്യണം, കൂടുതൽ നല്ല BGM വെച്ചിട്ട് BGM ഇട്ടിട്ട് എല്ലാവരും എനിക്ക് എഡിറ്റ് ചെയ്ത് അയച്ചു തന്നെ പേജുകളിൽ പോസ്റ്റ് ചെയ്യണം. ഞാൻ എടുത്തോണ്ട് എന്നെ ടാഗ് ചെയ്താൽ മതി. ഹാനാനെ എന്നുള്ള എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴി ടാഗ് ചെയ്താൽ എനിക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇപ്പോൾ കാണാനൊന്നും പറ്റില്ല. ഇപ്പോൾ ഒരു ദിവസം ഉണ്ടല്ലോ 300-350 ടാഗ് ഒരു ദിവസം വരും. എങ്ങനെ നമ്മൾ 350 പോസ്റ്റ് ഒരു ദിവസം എത്തും? അല്ലെങ്കിൽ 500 പോസ്റ്റ് അതിൻ്റെ സൈഡിലുണ്ടാവും. ഒന്ന് റിഫ്രഷ് ചെയ്യുമ്പോൾ 350, പിന്നെ 500 ടാഗ് 350 ടാഗ് ഡെയിലി വരിക. കിട്ട് വരാണ്. നോട്ടിഫിക്കേഷൻ ഓഫാക്കി വെച്ചോണ്ട് ഒരു ദിവസം നമ്മൾ ഫോണൊക്കെ അല്ലേ, ഒരു ദിവസം നോട്ടിഫിക്കേഷൻ ഓണാക്കി ഒന്ന് ആലോചിച്ച് നോക്ക്. യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഒപ്പം ഓണാക്കിയാൽ അന്ന് ഓണാക്കി 1 മണിക്കൂറിനുള്ളിൽ ഫോണിൻ്റെ സൈഡിൽ നിന്നും ബാക്കിൽ നിന്നും തീ എത്തിയാണ്ട് ആ ഫോൺ മനന്നൊന്ന് വരിക്കും. 1 മിനിറ്റിൽ 10,000. പറയല്ലേ, 1 മിനിറ്റിൽ ഒരു 10,000. വി ഹാവ് ഗുഡ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളെ കൂടെ ഉള്ളത് വളരെ നല്ല ആൾക്കാരാണ്. സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആണോ? ഓക്കെ, അപ്പം എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയി. അപ്പോൾ നമ്മളെ കൂടെ ഉള്ളത് എന്താ വെച്ചാൽ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, അല്ലേ, സപ്പോർട്ട് ചെയ്യാൻ മാത്രം അറിയുന്ന ആൾക്കാരാണ്. ഞാൻ ഉണ്ടാക്കല മാത്രമല്ല, കുടിച്ചില്ല. നമുക്ക് ഒരു മന്തിയൊക്കെ വെക്കാണ്ട് ഞാൻ പറയണ്ട്. നിങ്ങളെപ്പോഴാ ഇങ്ങോട്ട് എപ്പോഴാ വരല്? ഞാൻ 8 മണിക്ക്. വൈകുന്നേരം 8 മണി. നേരം വെളിച്ചാവോളാം. രാവിലെ പോകും. രാവിലെ പിടിച്ചൊന്ന് ഉറങ്ങൂലേ നല്ലോണം? പക്ഷെ ഉറങ്ങണം. ഉറങ്ങാഞ്ഞാ ശരീരത്തിന് ഭയങ്കര ക്ഷീണം വരും. എത്ര വയസ്സുണ്ടോ? എനിക്കറിയാം, ഞാൻ ഇന്നലെ കേട്ടു. മമ്മൂട്ടിയാ. നല്ലോണം ഉറങ്ങണം. ഉറക്കം കളഞ്ഞിട്ടൊന്നും ചെയ്യരുത്. ക്ഷീണം വരും, ഭയങ്കര ക്ഷീണം വരും. ഉള്ള സമയം കുറച്ചൊരു നല്ലൊരു ഉറക്കം കിട്ടും. എൻ്റെ ഒക്കെ പ്രശ്നം ഉറക്കം കുറവാണ്. വലിയ മോനെ എറണാകുളത്ത്, ചെറുതോ മോനെന്താ ചെയ്യണ? SLC +2 ഒക്കെ കഴിഞ്ഞു. ഇവല് വെറും ഫുഡ് ഉണ്ടാക്കണ നാട്ടുകാരാണേ. മുമ്പട്ടവരല്ലേ? മിനിമം
ഓരോ പെരയിലും മിനിമം 2-3 വെപ്പുകാരുണ്ടാവും അവിടെ അല്ലേ? ഞങ്ങൾക്ക് മതിയേട്ടാ. നിങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും സൂപ്പർ ഫുഡ് ഏതാ? സ്പെഷ്യല് പക്ഷെ ഇപ്പം മാറിയിട്ടില്ലേ, അതിന് മാറ്റം ഉണ്ട്. അപ്പൊ ഞാൻ അതിന് പിന്നിട്ട് എന്നാലും ബിരിയാണിക്ക് ഒരു പ്രശ്നം. അതൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫാമിലി തന്നെ മൊത്തം അങ്ങനെ ഓർഡർ പണിക്കാർ പറയണേ അല്ലേ? ഇന്നലെ വന്നതൊക്കെ നമ്മളെ പെരയ്ക്ക് വിരുന്നുകാർ വന്നത് ഇനി അപ്പൊ ഓലെ കൂടെ ഇറങ്ങിയതാവാൻ. ഇന്നോലെ എല്ലാവരും പോയി. അങ്ങനെയാണ്. ഓല ഇടക്ക് ഉണ്ടാവും, ഇടക്ക് വീട്ടിലെല്ലാവരും ഉണ്ടാവും. ഇന്ന് ഞാൻ ഒറ്റക്കായി. ഇതല്ലാത്തൊരു ടീം നിങ്ങളെ വറുത്തിടാൻ വരാണ്ട്, ഒരു അർഷു വരാണ്ട്, ഒരു അസർ വരാണ്ട്, ഇത് മെയിൻ ആൾക്കാരൊന്നും ഇന്നലെ വന്നിട്ടില്ല. അയ്യോ ഇതിത്തെ കുറച്ച് മെയിൻ താരങ്ങൾ വരാണ്ട്. ചീറിച്ചിട്ട് ഇന്നലെ പടം പറഞ്ഞിട്ട് എന്റെ ഇവിടെയൊക്കെ വേദനിച്ചിട്ട് അറിയാം. പിന്നെ ഫുള്ള് വേദനിച്ചിട്ടുണ്ട്. ഇന്നലെ നല്ല കുതിരട്ടില്ല പൈസ. ഇന്നലെ ഷെഫീക്ക എന്താ അറിയോ? നല്ലൊരു ജ്വല്ലറി മുതലാളി, ഡീസന്റ് ആളാണ്. ഇവിടെ വന്നിട്ട് ഫുള്ള് കുതിര വിട്ട് നടക്കാണ്. പാവാണ്. ഷെഫീക്കൊക്കെ പറഞ്ഞാൽ മണ്ണെണ്ണ പോലെയാണ്. ഏക്കും ഒഴിക്കാൻ പറ്റും. അല്ല വെള്ളം പോലെ ഏക്കും മിക്സ് ചെയ്യാൻ പറ്റും. മാറിപ്പോയി, കോട്ട് മാറി. ഷെഫീക്ക കാണുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഷെഫീക്ക ഞാൻ മണ്ണെണ്ണേ എന്തിനും തീടാൻ പറ്റുന്ന മൂപ്പരിന് പ്രത്യേകിച്ച് ആരും ഇല്ലാത്തോണ്ട്, ഇവിടെ ഈ ഏരിയയിൽ മൂപ്പര് അറിയണ ആരും ഇല്ലാത്തോണ്ട് ഭയങ്കര സ്വാതന്ത്ര്യം. ഒരു നീളം വലിപ്പമല്ല ഒരു മനുഷ്യനെ കണ്ടില്ലെന്നാലും മൂപ്പര് വന്നപ്പോഴേ ഒന്ന് നോക്കിക്കണേ പറഞ്ഞു. ഞാൻ ഇവിടെ ഇങ്ങനെ പോകുള്ളൂ, ഞാൻ വിടുള്ളൂ എല്ലാവരും. അങ്ങനെ എല്ലാവരും കൂടി ഇപ്പൊ കരളന്നൊക്കെ കുറെ ചെക്കന്മാര് വിളിക്കും. നാളെ ശനിയാഴ്ച അല്ലേ, നാളെ കണ്ടോളി, നാളെ എല്ലാരും വരും. ഇപ്പൊ ഈ ബന്നാലൊക്കെ ഇന്നാണെങ്കിൽ ഇപ്പൊ ഒക്കെ അറിഞ്ഞു നിക്കല്ലേ. നാളെ കുറച്ച് കടി കണ്ടറിഞ്ഞുണ്ടാക്കിക്കൊണ്ട് ഇന്നായിട്ട് കോണ്ടാക്ട് ചെയ്യാത്ത ഈ ഫോണായതുകൊണ്ട്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇന്നെ അതുകൊണ്ടാണ് സംഭവം, അല്ല വേറെ ഒന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ ഇന്ന് പെരീതനൊക്കെ പറ്റൂല എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ രാവിലെ ഹോസ്പിറ്റലിൽ പോയി, പെണ്ണുങ്ങളെ കൊണ്ട് പ്രഷർ കൂടിക്കൊണ്ട് ഉച്ച വരെ ഹോസ്പിറ്റലിൽ. ആ ഹോസ്പിറ്റലിൽ തന്നെ ഞാൻ ഫോൺ ചെയ്ത് മതിയായിരിക്കും. എനിക്ക് എന്റെ കാര്യം നോക്കാൻ എനിക്ക് കഴിയില്ല. ഫുള്ള് ആൾക്കാർ വിളിച്ചിട്ടില്ലേ? കുടുംബക്കാര് എന്റെ കുടുംബം ഒരുപാടുണ്ട്. ഒരുപാട് അല്ല ഓരൊക്കെ കയ്യില് മൂപ്പര നമ്പർ ഉണ്ടാവുമല്ലോ. ഓരോ കുടുംബക്കാരനെ വിളിക്കാണ്. പെങ്ങളെ കുട്ടികൾ തന്നെ ഒരുപാടുണ്ടാവില്ലേ, ഓരോ മൊത്തം വിളിക്കാണ്. നമ്പർ ഒരിക്കലും ആർക്കും ഉറക്കെ പറഞ്ഞത് കേട്ടോ. നീ ശ്രദ്ധിക്കണം. നമ്മള് ട്രെൻഡിങ് സ്റ്റാർ അല്ലേ? ഞങ്ങൾ അവിടുത്തെ കാക്കാന്റെ ഫോൺ അടിച്ചു പോയി. ഇവനൊന്ന് നമ്പറും ഒക്കെ പറഞ്ഞു കൊടുത്തു. മകള് പറഞ്ഞോട് പറയേ എന്താ പറഞ്ഞ മകള് ആരാന്നൊക്കെ അറിയിച്ചു. എനിക്കറിയില്ല മുത്തോ, എനിക്കറിയില്ല. കാരണം എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, എനിക്കിത് വല്ല പുറം ലോകമായിട്ട് ഞാനിങ്ങനെ പോകുന്ന പേരൊന്നല്ല. അല്ല ഒരു മനസ്സ് ഒന്ന് ഒഴിഞ്ഞു പോകാൻ ഞാൻ എൻ്റെ പണിയായിട്ട് ഇങ്ങനെ നടക്കുക, കഴിഞ്ഞ പെരേക്ക് പോവുക. ഇപ്പൊ പെരേക്ക് ചെന്നപ്പോൾ മകള് പറയുന്നു, അവിടുന്ന് കെട്ടിച്ചോടുന്ന് വിളിച്ചാണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ ആരപ്പോ നിങ്ങൾ ഒരു മണിക്കൂർ ചെലവഴിച്ച് നിങ്ങൾക്ക് അറിയിച്ചു. 55 മിനിറ്റ് ഉണ്ടല്ലേ വ്ളോഗ്? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പൊന്നെ, എനിക്കറിയില്ല എന്തൊക്കെയാണ് അതിൽ ഞാൻ പോകണ്ടങ്ങോട്ട് ആകെ ഇങ്ങോട്ട്. ഇപ്പോഴും എനിക്ക് ഞാനത് മനസ്സിലാക്കണം. ഞാൻ പാട്ടിടലുണ്ട് ചെറുതായിട്ടൊന്നുമല്ല. പാട്ട് എന്തിനു കേക്കണ്, ഇവിടെ പറഞ്ഞാൽ തന്നെ പോരെ, എന്തിനു കേക്കണ്. ചെറുതായിട്ട് പാടലുണ്ട്. ചെറുതായിട്ടൊന്നല്ല, നിങ്ങളെ ജവാച്ച് ഒട്ടിക്ക് നിങ്ങളെ കാത്തിരിക്കണേ. പിന്നെ നമ്മളെന്ത് ചെയ്യും, ചെറിയ ഉഷാറാട്ടെ, നല്ലോണം ഉഷാറാട്ടെ. നിങ്ങളെ പ്രാർത്ഥന മാത്രം മതി എനിക്ക്. പിന്നെന്താ വെച്ചാൽ നമ്മള് ചെറിയ നമ്മൾ ഈ മെമ്മറീസിന് വേണ്ടിട്ട് അഞ്ചനല്ലേ അഞ്ച മറ്റോ ഈച്ചു എന്നവരൊക്കെ അഞ്ചനാണ്, മറ്റോണൊരു അഞ്ചനാണ്. പിന്നെ ഇപ്പാനും ഇമ്മാനും അതും ഒക്കെ പറഞ്ഞിക്കണേ. ഒരു നല്ലൊരു ഭയങ്കര ഇതില്ല ഫാമിലിയാണ്. എനിക്ക് ഇപ്പൊ ഈ പണിയുടെ സംസാരിക്കാൻ എനിക്ക് സന്തോഷം കൊണ്ട് സംസാരിക്കാനും പറ്റാതെ ഇപ്പൊ സത്യം പറയാം. നിങ്ങൾ ഇത്രയും സമയത്തൊക്കെ വരികയെന്ന് പറഞ്ഞാല് അതെ നമ്മള് വരും. ഞാൻ നിങ്ങളെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്യുമ്പോൾ അത്ര കമ്പനി ആയിട്ടില്ല. നമ്മൾ ഒരു വട്ടം കണ്ടല്ലോ അതിന് മുമ്പ്. പിന്നെ അന്ന് നമ്മളെന്തോ തിരക്കിലാണ്. ഷാനു ലൈവ് ഇട്ടെന്ന്
അന്ന് ഓൻ രസമാണ് ആള്, നല്ല രസമാണ്, ഷാനുവേ നല്ല രസമാണ്. ഞാൻ ഇങ്ങനെ അവനെ വെറുതെ ഇങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ അവനെ കളിയാക്കുകയും അവന് ഭയങ്കര ഇഷ്ടം. മനസ്സ് എന്നെ ഒരു കുട്ടിയുണ്ട്, എനിക്ക് ഉമ്മാക്കൊരു കുട്ടിയുള്ളൂ ചോദിച്ചു. അപ്പോൾ ഇതൊരു കൊഞ്ചി കുട്ടിയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിങ്ങൾ സിനിമയൊക്കെ പറഞ്ഞ് ശരി തന്നെയാണ് അറിഞ്ഞോട്. ഇന്നിപ്പോൾ വിളിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ആപ്പ് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിളിച്ചുകൊണ്ട് എന്താ ചെറിയപ്പോൾ ഇങ്ങനെ കേൾക്കണ്, ഭയങ്കര സംഭവമായിക്കണ ഇതൊക്കെ പറഞ്ഞു. ഭയങ്കര ഇപ്പം ഉണ്ട്, ഇപ്പം ഇമ്മയുണ്ട്, ഓലൊക്കെ ഹോട്ടൽ കച്ചവടം. ഇപ്പം വയസ്സായപ്പം കുറച്ച് കാഴ്ച കമ്മിയായപ്പോൾ അല്ല ഞാൻ പറയാണ് ഓലെ ഞാൻ നോക്കും. ഞാൻ എനിക്ക് വീട്ടിൽ ഓലക്കൊരു വീട് ചെറുത്തെടുത്തുകൊണ്ട് ഞങ്ങളെല്ലാം രണ്ടാളും ഓല് ഒറ്റയ്ക്ക് താമസിച്ചിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഓല് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൈ കൊണ്ട് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ പോകുന്നു. അങ്ങനെയൊന്നുമില്ല, ഒരു സന്തോഷത്തിന് ജീവിച്ചു. ഒരു സ്ഥലം അങ്ങനെ ജീവിച്ച ആൾക്കാരാണ്. ഹോട്ടൽ കച്ചവടം ആകുമ്പോൾ പൈസക്ക് ഇതിനൊന്നുമില്ല, ഡ്രസ്സിനൊന്നും മുട്ടില്ലാതെ അങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ. ഹോട്ടലിൽ ഏറ്റവും ഉണ്ടാകാത്ത നമ്മളെ ചിലവ് അടിച്ച് പൊളിച്ച് കഴിഞ്ഞു പോകും, അല്ലാതെ ലാഭങ്ങളും നിൽക്കും. ഇപ്പോഴത്തെ ഇത് നോക്കുകയാണെങ്കിൽ ഒന്നും ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം കണ്ട എന്താ സാധനത്തിനൊക്കെ വില ഇതൊക്കെ. അടുക്കാൻ പറ്റൂല. വെളിച്ചെണ്ണ പറഞ്ഞോണ്ടി, വെളിച്ചെണ്ണ അവിടെ അല്ലേ നമ്മളവിടെ. നമുക്ക് ഫ്രീ ആയിട്ട് ഒരു ദിവസം എവിടേക്കെങ്കിലും പോവാം കേട്ടോ. വെളിച്ചെണ്ണ പറഞ്ഞോണ്ടിട്ടോ, വെളിച്ചെണ്ണ പറഞ്ഞോണ്ടി തന്നെ ലീവ് കിട്ടുവെച്ചാല് ഞാൻ പറഞ്ഞില്ലേ അതെ നമ്മള് കണ്ടാണ്. ഇന്നലെ നമ്മളെല്ലാരും കൂടി ഇതായ രസത്തിലാണ്ട് എടുത്തു പോയതാണ്. എന്ത് രസല്ലേനോ, എന്ത് ഗതികേട്, അതൊക്കെ രസം പോണ്ടേ അതൊക്കെ. അങ്ങോട്ട് ആൾക്കാരെ കണ്ടിട്ട് പറയും നിങ്ങളെന്താ ഇവിടെ വരുന്ന കസ്റ്റമറായിട്ട് ഇത്ര വലിയ അടുപ്പം ചോദിച്ചു ആൾക്കാർ. ഞാനിവര് ഒരു കുറിപ്പ് കൊടുക്കും. ഞാൻ ആര് വന്നാലും പറയും എനിക്ക് എന്നെ സഹകരിച്ചേരി, ഞാൻ ഒറ്റക്കുള്ളൂ, രാത്രി നിൽക്കുന്ന അടുക്കളയിൽ കയറേണ്ട ആകെ ഇവിടെ അങ്ങനെയാണേ. ഇവിടെ സമൂഹ കുക്കിംഗ് എനിക്ക് മനസ്സിലാവില്ല എന്താന്നല്ലേ, എനിക്ക് കണ്ടിക്കണമെങ്കിൽ എനിക്ക് അറിയുള്ളൂ. വ്യക്തമാവണില്ല എന്താ നടക്കണേ. ഞാൻ പറഞ്ഞു ഞാൻ ഈ ഫോൺ കൈ പിടിച്ചാണെങ്കിൽ ഞാൻ നിങ്ങളെ പാട്ട് കേട്ടിക്കണ്, അപ്പൊ എനിക്ക് ഉറപ്പിക്കാം ഇത് ഈ ആൾ തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു ഐഡിയ ഇല്ല, ഞാൻ തന്നെ ഇതിൽ മാത്രമല്ലേ ഞാൻ കാണുള്ളൂ. ഞാൻ പാട്ട് കൂടി ബുക്ക് എന്നോട് പറയും എന്താ എനിക്ക് മാത്രമേ ഫോണില്ല ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവോ. എന്താ ഈ ഫോൺ നല്ലതാണ്. അതാണ് ഞാൻ ദൂരത്തൊക്കെ നമ്മൾ പോകുമ്പോൾ ധൈര്യമായിട്ട് കൊണ്ടുപോയി സമയം വെറുതെ പോവില്ല. ഞങ്ങളും എല്ലാം ഇറങ്ങിയാലോ. ആയിക്കോട്ടെ, അപ്പൊ ഹാപ്പി ടു മീറ്റ്. അപ്പം നമ്മളെ ആൾക്കാരോടൊക്കെ എന്ത് ചെയ്യാ, കണ്ട് സലീം ഖാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? സലീം ഇപ്പൊ ഇന്നലത്തെ പോലെയല്ല, ഇന്ന് സലീം ഖാനെ ഓൾറെഡി 10-20 ലക്ഷം ആൾക്കാർക്ക് അറിയാം. ചെറിയ കൗണ്ടല്ല, 10-20 ആളല്ല കേട്ടോ, 10-20 ലക്ഷം. 2 മില്യൺ റീലുണ്ട്. 2 മില്യൺ ഒരു റീലിന് വ്യൂസ് പറഞ്ഞാല് 20 ലക്ഷം ആൾ കണ്ടു എന്നാണ്. അപ്പൊ 20 ലക്ഷം ആൾ കണ്ടു, നമ്മളെ വ്ളോഗർ 5 ലക്ഷം ആൾ കണ്ടു, റീൽസും ഷോർട്സും ഒക്കെ ആയിട്ട് ഒരു 10 ലക്ഷം ആള് ഒരു രാത്രി കൊണ്ട് സലീം ഖാനെ കണ്ടു. ഓലോടൊക്കെ എന്താണ് പറയാനുള്ളത്? എന്ത് ഞാൻ പറയാം, എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അല്ലാണ്ട് ഞാൻ എന്താ ചെയ്യാ. ചായയൊക്കെ നിർത്തി വെച്ചിപ്പോ ഞാൻ ചായ പാല് കഴിഞ്ഞിക്കണ്, കട്ടൻ ചായ കൊടുക്കണ്ട്. ഇത് പെണ്ണുങ്ങളെ കാണണ്ടേ, ഓള് കുറെ സന്തോഷിച്ചു. എന്തായാലും ഉഷാറാവട്ടെ. നിങ്ങളെ ഞാൻ പറഞ്ഞേ എന്തുണ്ടെങ്കിലും എന്നാ കാണാം. എന്നാ പോയരാ എത്തും, ഞാൻ പറഞ്ഞു എത്തും. കാരണം എനിക്ക് അങ്ങനത്തെ പിന്നെ ഒരു ഇതൊന്നുമില്ല. അതായത് ഞാൻ മനസ്സുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചൊക്കെ നടക്കലില്ലേ? ഉറപ്പായി നടക്കും. ഇൻഷാല്ലാ അള്ളാഹ് നടത്തി തരട്ടെ. ഇനി ഇന്റതും നിങ്ങളതും നടത്തി തരട്ടെ. ഇനി ഇന്റെ നടത്തിയില്ലല്ലോ, നിങ്ങൾ നടത്തി തരട്ടെ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഒരു ദിവസം വീട്ടിൽ വരണം, നമുക്ക് ഫുഡ് ഉണ്ടാക്കണം. ഫുഡ് നിങ്ങൾ ഉണ്ടാക്കിയില്ലല്ലോ, നിങ്ങളവിടെ സാന്നിധ്യമാണ്. ഉണ്ടാക്കാനൊക്കെ ആൾക്കാരുണ്ട്, എന്തിനും റെഡിയാണ്. പിന്നെന്താ നമ്മളെ ഈ ഓരോന്ന് നമുക്കോരോ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കത് മാറ്റി വെച്ചിട്ട് നമുക്കതിന് ഒരു ഗ്യാപ്പ് കിട്ടണ്ടേ. ഗ്യാപ്പ് ഇടണം, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളതൊക്കെ പിന്നെ ഈ ജീവിതത്തിൽ നമ്മൾ ഇടയ്ക്കൊക്കെ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുത്താൽ ഇങ്ങനത്തെ ചില്ല് പരിപാടിയൊക്കെ പോകണം. കുറച്ച് അടിച്ചുപൊളി പരിപാടികൾക്ക് നമുക്ക് പോകണം. നമുക്കൊരു പരിപാടിക്കൊക്കെ പോവാം. എൻ്റെ ഷോ കിടക്കലുണ്ട്, ചെറിയ പാട്ട് പരിപാടി കിടക്കും. ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ള ഒരു നമുക്ക് ചെറിയ എന്തെങ്കിലും പരിപാടിക്ക് പോണേ നമുക്ക് പോവാം. നമുക്ക് ഇതേപോലെ നമ്മളെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കണേ. ആയിക്കോണേ ഇടാം.
ആ പുറത്ത് ഏതെങ്കിലും നല്ല ഉദ്ഘാടനങ്ങൾ കിട്ടുമ്പോഴേ ആ ഒന്ന് വണ്ടിയിൽ എടുത്തിട്ട് കൊണ്ടുപോകും ആന്നെ. മാറ്റി കിട്ടാറ് ഇവിടെ തന്നെ മമ്പാട് തന്നെയാണല്ലോ നമ്മളതിൽ തന്നെയാണല്ലോ പോലെ നേരെ കയറി നമ്പർ ആരെങ്കിലും വാങ്ങി ഉണ്ട് നമ്പറുണ്ട് എൻ്റെ അടുത്ത് ഞങ്ങൾ പോയി ഞാൻ കെട്ടിപ്പിടിച്ചട്ടെ ഒരു സെക്കൻഡിന് വേണ്ടി കണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എത്തട്ടെ, ഒരുപാട് എത്തട്ടെ. ഞാനത് പ്രതീക്ഷിക്കാത്തതല്ലേ ഇതൊന്നും, ഇതൊക്കെ പ്രതീക്ഷിക്കാത്തതല്ലേ അതൊക്കെ ജിമ്മിന്റെ അടുത്ത ഏതാ? ഇതേ എന്റെ ഒരു പരിപാടി ഇത് എന്റെ കഴിഞ്ഞ പരിപാടിന്റെ ആണ്. സൗണ്ട് ഇതില്ല, ഇതിന്റെ കഴിഞ്ഞ പരിപാടിയാ. മക കിട്ടിയ മക്കള് സാറാണ്. അങ്ങനെ തന്നെ ആട്ടെ, ഇതൊക്കെ നമ്മളെ പരിപാടിയാണ്. ദുബായ് ആ സ്നേഹം നിന്നും നിലക്കട്ടെ. ഇതൊക്കെ നമ്മളെ ഞാനെങ്ങനെ പറയലുള്ളൂ. ഇൻഷാ അല്ലാ എന്നാ കാണാം. അസ്സലാമു അലൈക്കും. അപ്പൊ എന്തുണ്ടേലും വേറെ ആളത്തും പോണ്ട കേട്ടോ. കോൾ മീ. എന്നാ പോയി വരിക. എത്ര റുപ്യ? 50 ഇന്നലെ മറന്നുപോയി. ഞാൻ കാണാതെ ഓടിച്ചു. 15, 5, 30, 12, 12, 24, 30, 24, 54 അല്ലേ? കടിയില്ലല്ലോ. അതന്നെ കഴിഞ്ഞേ. കാൽമാരിയൊക്കെ കാലിയാണ്. നരമാരൊക്കെ കാലിയായി. എന്നാ ഇൻഷാ അല്ലാ പോയരാ. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. അത് കുട്ടികൾക്ക് എടുത്തോണ്ടി, സ്പ്രേ കഴിഞ്ഞ വേണേ പറഞ്ഞോണ്ടി, എണ്ണ വേണേ പറഞ്ഞോണ്ടി, എന്തുണ്ടേലും ഡീൽ ചെയ്യാ കേട്ടോ. മാറ്റി വെച്ചല്ലേ കേട്ടോ. വിളിക്കിട്ടോ. നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഒരു നമ്പർ തരാം. കട്ട് കളയാം. അപ്പോൾ എല്ലാവരും നിർദ്ദേശപ്രകാരമാണ് ഇന്ന് നമ്മൾ സലീം ഖാൻ്റെ അടുത്ത് പോയത്. ഇന്ന് കുറച്ച് നേരത്തെയാണ് പോയത് കേട്ടോ. പറയുമ്പോൾ ആ പീടിക്ക് നമ്മൾ പോകുന്ന ടൈം 3:30, 4:30 സമയത്താണ് നമ്മൾ രാത്രി പോയത്. ഇന്ന് നമ്മൾ പോയിക്കുന്നത് രാത്രി 1 മണി 12:30 ഇടയിലാണ്. അപ്പോഴത്തേനും അവിടുത്തെ ഫുൾ കടിയാളും കഴിഞ്ഞു, പാല് കഴിഞ്ഞു. ലാസ്റ്റ് നമുക്ക് അടിച്ച ചായ അല്ലേ, അതേ പാലുള്ള ചായ ഉള്ളൂ. ലാസ്റ്റ് നമ്മളെ ശേഷം വന്നോൽക്കേ സോറി കേട്ടോ കട്ടൻ ചായ ഉള്ളൂ. പാല് കഴിഞ്ഞു, ഒന്നും കരുതരുത്. അപ്പം ഇന്ന് കൊടുന്ന് വെച്ച പാല് ഫുള്ള് കഴിഞ്ഞു, കടികൾ 2 സെറ്റും കഴിഞ്ഞു. അപ്പം അൽഹംദുലില്ലാ എനിക്ക് എന്തെങ്കിലും ലിറ്റിൽ എന്തെങ്കിലും എനിക്ക് ഇന്നെ കൊണ്ട് അയാൾക്കൊരു ഉപകാരം ലഭിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമുള്ളൂ. നമ്മൾ ഉപകാരം ലഭിക്കണതിലൊക്കെ ഉപരി ഞാനവിടെ ആ ക്യാരക്ടറിനാണ് വാല്യൂ ചെയ്യണത്. ഒരുപാട് കുറേ കച്ചവടം എന്നുള്ളൊരു സംഭവമല്ല. ഇന്നലെ ഞാൻ പോയൊരു സ്ഥലത്ത്, അതായത് ഇപ്പോൾ നമ്മൾ എങ്ങനെയാ ഇപ്പോൾ ഞാൻ പറയാം, അതായത് ഇന്നലെ ഞാൻ പോയ അതേ സ്ഥലത്ത് ഇന്നും ഞാൻ പോയി ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് അവിടുത്തെ കടൻ്റെ സെറ്റപ്പിനെക്കാളും അവിടുത്തെ ആംബിയൻസിനെക്കാളും അവിടുത്തെ രുചിനെക്കാളും ആ മനുഷ്യൻ്റെ ക്യാരക്ടറാണ്. അതാണ് മനുഷ്യന്മാരുടെ ക്യാരക്ടറിൻ്റെ വാല്യൂ. ഇപ്പോൾ ആംബിയൻസ് ഉള്ള കഫേസ് ഉണ്ടാവും, ഹൈ കോസ്റ്റ് ഉള്ള കഫേസ് ഉണ്ടാവും, വൻ ടേസ്റ്റ് ഉള്ള കഫേസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടായിട്ടും ഞാനെന്നുള്ള വ്യക്തി ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചായ അടിക്കാൻ ചൂസ് ചെയ്യുക ആ ഒരു പ്ലേസാണ്. ബിക്കോസ് എനിക്ക് ആ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു. ഞാൻ അത്രത്തോളം ഒരാളെ ക്യാരക്ടറിൻ്റെ വാല്യൂ ആണ്. ഞാൻ ഏത് കൊലകൊമ്പത്തെ ആൾക്കാരാണെങ്കിലും ഞാൻ ഓലെ അസസ് ചെയ്യുക എങ്ങനെയാ വെച്ചാൽ ഞാൻ ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഞാൻ കണക്കാക്കൽ എങ്ങനെയാ വെച്ചാൽ ഓല് വലിയ പ്രമാണിമാരാണോ, ഓല അങ്ങനെയാണോ ഇങ്ങനെയാണെന്നല്ല, ഒരാൾ മറ്റൊരാളോട് എങ്ങനെ പെരുമാറുന്നു, അതാണ് ബേസിക് ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും നല്ല സാധനം. അത് ക്യാരക്ടർ എന്ന് പറയും. അതൊരിക്കലും പൈസ കൊടുത്ത് വാങ്ങാൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. അത് നമ്മളെ സ്വയം അതിങ്ങോട്ട് നമ്മളെ വന്ന ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് ഒരു മനുഷ്യന് നല്ല ക്യാരക്ടർ ബിൽഡ് ചെയ്യാൻ പറ്റുക. സോ എനിക്ക് ആ ക്യാരക്ടറിനാണ് കഴിയുന്നല്ലേ, അതാണ് മൂപ്പരുടെ പ്രത്യേകത. അപ്പം മൂപ്പരുടെ അടുത്ത് നമ്മളെല്ലാവരും നിർദ്ദേശപ്രകാരം പോയി. വ്ളോഗ് കണ്ട എല്ലാവർക്കും, അതായത് നമ്മളെ വ്ളോഗ്സ് കാണുമ്പോൾ എല്ലാവരും അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഞാനെല്ലാം അതായത് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത് എൻ്റെ അടുത്ത കണ്ട എനിക്ക് അങ്ങനെ പോലെയാണ്. കാരണം എനിക്ക് എല്ലാവരും പറയണത് എനിക്ക് അവിടേക്കും ചെയ്യാൻ നിന്നാൽ അവിടെ പോകണം പോകാൻ നിന്നാൽ എനിക്ക് വേറെ ഒന്നിനും നേരം ഉണ്ടാവില്ല. അപ്പം എനിക്ക് ഇന്ന് ഞാൻ ആ പോയതെല്ലാവരും സലീം ഖാൻ എടുത്ത മൂപ്പര് റിയാക്ഷൻ എടുക്കാൻ പോകണം. നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മൂപ്പര് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം ഒന്ന് പോകണം എന്നുള്ളത് ആ ഒരു ഇതിൻ്റെ പുറത്ത് പോയതാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം മൂപ്പരെ കാണാൻ പറ്റിയതിൽ. ഇന്നും മീറ്റ് ചെയ്യാൻ പറ്റിയത്. പറ്റുന്നവരൊക്കെ അതേപോലെ വന്ന് ചായ കുടിച്ചാൽ, നാളെ ശനി ഞായറുമാണ്. ശനി ഞായറും രാത്രി മൂപ്പരുടെ അടുത്ത് എല്ലാവരും ചെല്ലുക, ചായ കുടിക്കുക, മൂപ്പരുടെ വർത്താനമൊക്കെ പറയുക. പാവം മനുഷ്യനാണ്, ആരും ബുദ്ധിമുട്ടിലാക്കരുത്. നമ്മളൊരു വ്ളോഗ് കൊണ്ട് മൂപ്പർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല.
ഇടങ്ങാറാക്കിയാണ്ട് ആരും ഇതാക്കണ രീതിക്ക് കൊണ്ടുപോയത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ നമ്മൾ 23 lakh സബ്സ്ക്രൈബേഴ്സിലേക്ക് പോവാണ്. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എനിക്ക് നാളെ മറ്റന്നാൾ പരിപാടിയാണ്. ഈ മാസത്തെ അവസാനത്തെ 10 എനിക്ക് 6 ഡേയ്സ് 7 ഡേയ്സ് 8 ഡേയ്സ്, അവസാനത്തെ 10 2 ദിവസം എനിക്ക് ഗ്യാപ്പുള്ളൂ. 8 ദിവസവും എനിക്ക് പ്രോഗ്രാംസ് ഉണ്ട്. എനിക്ക് പ്രോഗ്രാംസിന് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വ്ളോഗ്സ് എന്തായാലും വരും ഇൻഷാല്ലാ. ലൈമേ പറ്റണ പോലെ വരും. അർഷു പോകുന്നതിൻ്റെ മുന്നേ അത് സെറ്റാക്കി. പക്ഷെ അർഷു ഇപ്പോൾ വേറെ സാധനം പ്ലാൻ ചെയ്തില്ലേ? അർഷും നജ്മിയും ഒരു ട്രിപ്പ് പോവുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ അർഷുവിൻ്റെ അലയോലി കേട്ടിനി, ഞാൻ അങ്ങോട്ട് കൊണ്ടോ പോകണം എന്നൊക്കെ പറഞ്ഞിനി. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ബൈ ബൈ.